ധന്യനായ പൗലോസ്ലീഹ ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ മൈക്രോഫോണിൽ വായിച്ച് സഹായിക്കും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് ദേശത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. വളരെ മനോഹരമായ വേദഭാഗമാണ് വായിച്ചു കേട്ടത്. ഈ വചനത്തെ ഓർത്ത് കരമുടി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ ഇന്ന് രാത്രിയിലും ഉയർത്താൻ ദൈവം നമുക്ക് അവസരം നൽകട്ടെ. കഴിഞ്ഞ 3 രാത്രികളിലും വളരെ ശക്തമായ നിലയിൽ, കഴിഞ്ഞ 2 രാത്രിയിലും യേശുവിൻ്റെ സുവിശേഷം ഈ ദേശത്ത് ഉയർത്തപ്പെട്ടല്ലോ. ഇന്ന് രാത്രിയിലും നമ്മുടെ ഇടയിൽ മഹത്വപ്പെടേണ്ട ഒരാൾ മാത്രമാണ്, യേശു മാത്രമാണ്. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമം, യേശു ക്രിസ്തുവിൻ്റെ പേര്, ആ വിശിഷ്ടമായ നാമം ഇന്ന് രാത്രിയിലും ഉയർത്തപ്പെടാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കാം. ഇവിടെ ഫ്രാൻസിസ് പാസ്റ്റർ പറഞ്ഞതുപോലെ അടുത്ത വർഷവും മനോഹരമായ നിലയിൽ യോഗം സംഘടിപ്പിക്കാൻ കർത്താവ് ഈ സഭയെ സഹായിക്കട്ടെ. അതിന് യോഗം വലിയ പ്രചോദനം ആകട്ടെ. ഈ പാട്ടുകാരെ തന്നെയാണ് വിളിക്കുന്നത്, ഈ സൗണ്ട് സിസ്റ്റം തന്നെയാണ്, ഈ ലൈവുകാർ തന്നെയാണ്. പ്രസംഗയുടെ പേര് പറഞ്ഞില്ല. സ്തോത്രം. അപ്പോൾ പ്രസംഗരെയും മറക്കരുത്. സ്തോത്രം. അപ്പോൾ ഇന്ന് രാത്രി ദൈവം ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. വളരെ മനോഹരമായൊരു വേദഭാഗമാണ് ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കുന്നത്. ഇന്ന് രാത്രിയിലെ പ്രസംഗത്തിൻ്റെ ഏറ്റവും കേന്ദ്രീകൃതമായ പ്രമേയം നമ്മുടെ യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തുവിനെ ഇത് രാത്രിയിൽ ദേശത്ത് ഉയർത്താൻ, സ്തോത്രം, ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ ആർക്കൊക്കെയാണ് വചനത്തിൻ്റെ കേൾവി അനുഗ്രഹം ഉണ്ടാകും നമുക്കറിയാൻ പറ്റില്ല. ഒരു വർഷത്തിന് മുമ്പ് ഞാൻ പ്രസംഗം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ദുബായിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിക്കുകയാണ്. അദ്ദേഹം ജബലാലിയിൽ ജോലി കഴിഞ്ഞ ശേഷം തിരിച്ച് ബസ്സിൽ റൂമിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹം ലൈവിലൂടെ ഒരു പ്രസംഗം കേട്ടിട്ടാണ് വിളിക്കുന്നത്. വലിയ സങ്കടങ്ങളും പരിഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. രാവിലെ വളരെ വിഷമത്തോടാണ് കടന്നുപോയത്. എന്നാൽ ഫേസ്ബുക്ക് ഒന്ന് തുറന്നേക്കാം എന്ന് വിചാരിച്ചു. ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഒരു ലൈവ് പ്രസംഗമാണ്. അദ്ദേഹം എൻ്റെ നമ്പർ തപ്പി എന്നെ വിളിക്കുകയുണ്ടായി. അന്ന് സംസാരിച്ച വചനം, രാവിലെ വിഷമത്തോട് വീട്ടിൽ പോയി വൈകിട്ട് മെട്രോയിൽ വീട്ടിലേക്ക് റൂമിലേക്ക് മടങ്ങി വരുന്ന ഒരുത്തനോട് ദൈവം സംസാരിച്ചെങ്കിൽ ഇതാരോടൊക്കെ ദൈവം ഇടപെടും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പന്തലിനകത്ത് മാത്രമല്ല, ലോകത്തെവിടെയും ശബ്ദം വളരെ മനോഹരമായി സംവിധാനം ചെയ്തിട്ടുണ്ട്. വിദൂരങ്ങളിൽ ആൾക്കാർക്ക് കേൾക്കാം, വീടുകളിലിരുന്ന് കേൾക്കാം, ലൈവിലൂടെ ആൾക്കാർക്ക് കേൾക്കാം. അതുകൊണ്ട് വചനം വെറുതെ അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ എയറിൽ പോവുകയല്ല, അതതിൻ്റെ പ്രതികരണങ്ങളോടെ മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. വചനത്തിന് അതിൻ്റെ സ്വാധീനമുണ്ട്, സുവിശേഷത്തിന് അതിൻ്റെ സ്വാധീനമുണ്ട്. ജനഹൃദയങ്ങളിലേക്ക് തുളച്ച് കയറത്തക്കവണ്ണം, പെനിട്രേറ്റ് ചെയ്യത്തക്കവണ്ണം സുവിശേഷത്തിന് അതിൻ്റെ മാസ്മരമായ ശക്തിയുണ്ട്. ആ സുവിശേഷത്തിൻ്റെ ശക്തി ഈ ദിവസങ്ങളിലും ബലപ്പെടേണ്ടതിനായി, വെളിപ്പെടേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ക്രൈസ്തവ സഭയ്ക്ക് ദാർശനികമായി അടിത്തറയിട്ട അനുഗ്രഹീതനായ എഴുത്തുകാരനാണ് വിശുദ്ധ പൗലോസ്. യേശുക്രിസ്തു കഴിഞ്ഞാൽ ക്രൈസ്തവരുടെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് പൗലോസിനെ പേരാണ്. യേശുക്രിസ്തുവിൻ്റെ അധ്യാപനം കഴിഞ്ഞാൽ ക്രൈസ്തവരുടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പൗലോസിൻ്റെ വീക്ഷണങ്ങളും ദർശനങ്ങളും പ്രബന്ധങ്ങളും ദൈവശാസ്ത്രവും ഒക്കെയാണ്, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ പൗലോസിനെ ക്രൈസ്തവ സഭയുടെ 2ാം സ്ഥാപകൻ, ദ സെക്കൻഡ് ഫൗണ്ടർ ഓഫ് ദ ക്രിസ്ത്യാനിറ്റി എന്നറിയപ്പെടുന്നുണ്ട്. ആ രീതിയിൽ നമ്മുടെ ഇടയിൽ വളരെ സ്വാധീനമുള്ളൊരു വ്യക്തിയാണ് സെൻറ്റ് പോൾ പൗലോസ്. പൗലോസിൻ്റെ തുല്യ വിന്യാസത്തിലൂടെ 14 ലേഖനങ്ങൾ ക്രൈസ്തവ സഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പൗലോസിൻ്റെ 14 ലേഖനങ്ങൾ ക്രൈസ്തവ സഭയുടെ ദൈവശാസ്ത്രമാണ്, സഭയുടെ പ്രായോഗിക നിർദ്ദേശങ്ങളാണ്,
സഭയുടെ ലിറ്റർജി ആരാധനക്രമമാണ്, സഭയുടെ ധർമ്മശാസ്ത്രമാണ്. ഇതൊക്കെയാണ് പൗലോസിൻ്റെ ലേഖനങ്ങൾ. ക്രൈസ്തവ സഭ കണ്ടിട്ടുള്ള ഏറ്റവും ഉജ്ജ്വലനായ പണ്ഡിതൻ, വേദശാസ്ത്രജ്ഞൻ, സഭാസ്ഥാപകൻ, മിഷണറി, അപ്പോസ്തലൻ, കൃപാപര പ്രാപ്തൻ, അങ്ങനെ വിവിധ നിരകളിൽ കർത്തൃകരങ്ങളിൽ പ്രയോജനപ്പെട്ടിട്ടുള്ള അനുഗുണ വ്യക്തിത്വമുള്ള ബഹുമുഖ പ്രതിഭയാണ് കർത്താവിൻ്റെ ദാസൻ വിശുദ്ധ പൗലോസ്. ആ പൗലോസിൻ്റെ 14 ലേഖനങ്ങളിൽ 5 ലേഖനങ്ങൾ ക്രിസ്തുവിജ്ഞാനീയ ലേഖനങ്ങളാണ്. 5 ലേഖനങ്ങളിലെ കേന്ദ്രീകൃത പ്രമേയം യേശു ക്രിസ്തുവാണ്. ആ 5 ലേഖനങ്ങൾ എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ് ലേഖനം, ഫിലോമോൻ്റെ ലേഖനം, എബ്രായ ലേഖനം, ഈ 5 ലേഖനങ്ങളാണ്. അതിൽ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ പ്രധാനപ്പെട്ട ധ്യാനവും വിശകലനവും. എഫേസ്യ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ എന്നുള്ളതാണ്. സകലവും നിറയ്ക്കുന്നവൻ്റെ തൻ്റെ നിറവായ തൻ്റെ ശരീരമായ സഭ. ആ സഭ മർമ്മമാണ്, മണവാട്ടിയാണ്, ആലയമാണ്, പുതുമനുഷ്യനാണ്, ഒരാർമിയാണ്, സൈന്യമാണ്. ആ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ മഹത്വത്തെ അതിമനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എഫേസ്യ ലേഖനത്തിൽ. ലേഖനങ്ങളുടെ റാണിയാണ് എഫേസ്യ ലേഖനം. ഫിലിപ്പിയ ലേഖനം വളരെ സവിസ്തരമായി രേഖപ്പെടുത്തുന്നത് സ്വയപരിത്യാഗിയായ ക്രിസ്തുവിനെ കുറിച്ചാണ്. യേശു ക്രിസ്തുവിൻ്റെ സ്വയവർജന സിദ്ധാന്തം ഞാൻ പിന്നീട് അത് വിശദീകരിക്കാം. 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആദിമ ക്രൈസ്തവ സഭയുടെ ഒരു ഹിസ്റ്റോറിക്കൽ സോങ്, ആദിമ ക്രൈസ്തവ സഭ പാടിയിട്ടുള്ളൊരു പാട്ടാണ് ഈ 2-5 മുതൽ 11 വരെ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. അതിനകത്ത് യേശു ക്രിസ്തുവിൻ്റെ പൂർവാസ്തിത്വം, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം, യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം, യേശു ക്രിസ്തുവിൻ്റെ ദാസത്വം, യേശു ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, പുനരുദ്ധാനം, സ്വർഗാരോഹണം, താഴ്ച, ഉയർച്ച, എല്ലാ ഔന്നത്യം, ക്രിസ്റ്റോളജി, ക്രിസ്തുവിജ്ഞാനിയം മുഴുവനായി ഫിലിപ്പിയ ലേഖനം 2-5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ആദിമ സഭ, അതൊരു പോയം പോലെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ സാഹിത്യ ഘടന ശ്രദ്ധിച്ചാൽ അറിയാം. അതൊരു പോയം പോലെയാണ്. ഞാൻ വായിച്ചത് അത് ക്രൈസ്തവ സഭയുടെ ഒരു പാട്ടാണ്. യേശു ക്രിസ്തുവിനെ ഉയർത്തി പറയുന്ന, യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു പാട്ടാണ്. നമുക്കറിയാം ഇന്ന് നമ്മുടെ ഇടയിൽ യേശു ക്രിസ്തു സാധാരണ നമ്മുടെ ഇടയിൽ ഉയർത്തപ്പെടാറില്ല. കൺവെൻഷൻ യോഗങ്ങളിൽ ഉൾപ്പെടെ അങ്ങനെയാണ്. യേശു ക്രിസ്തു അല്ല ഉയർത്തപ്പെടുന്നത്. യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാത്ത യോഗങ്ങളായി നമ്മുടെ യോഗങ്ങൾ മാറിയിരിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാതെ മറ്റ് കർണരസമാകുമാറ് ആൾക്കാരെ ഇക്കിളിപ്പെടുത്തുന്ന പൈങ്കിളിവൽക്കരണമാണ്. അതൊക്കെയാണ് പലർക്കും ഇഷ്ടം. ലേഖനം പ്രസംഗിക്കുന്ന ഇഷ്ടമല്ല, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന പലർക്കും ഇഷ്ടമല്ല, സുവിശേഷം പ്രസംഗിക്കുന്ന പലർക്കും ഇഷ്ടമല്ല, യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന പലർക്കും ഇഷ്ടമല്ല. അങ്ങനെ ഒരു ആസ്വാദന ശൈലി പോലും നമ്മുടെ ഇടയിലുണ്ട്. ലേഖനം വായിക്കുമ്പോൾ തന്നെ ആൾക്കാർ എഴുന്നേറ്റ് പോകും. നമ്മുടെ ഇടയിൽ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, നമ്മുടെ പാട്ടിലും പ്രസംഗത്തിലും എല്ലാം ഉയർന്നു നിൽക്കേണ്ടത് യേശു ക്രിസ്തുവാണ്. അതാണ് അതിൻ്റെ തിയോളജി എന്ന് പറയുന്നത്. ഈയിടെ ഞാൻ പാട്ടിനെക്കുറിച്ചൊരു വിശകലന വീഡിയോ ഇറക്കുക തന്നെ ഉണ്ടായി. ട്രൈസ് ആഗ്യനെക്കുറിച്ച്, ട്രൈസ് ഹോളിയെക്കുറിച്ച് ദൂതന്മാർ പോലും യശയാപ്രവചനം 6 പാടി ആരാധിക്കുന്നത് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അതിനെയാണ് ട്രൈസ് ഹാഗിയോ എന്ന് പറയുന്നത്. ട്രൈസ് ഹോളി എന്ന് പറയുന്നത് ഹോളി ഹോളി ഹോളി, ഹാഗിയോസ് ഹാഗിയോസ് ഹാഗിയോസ്. പിതാവ് പരിശുദ്ധൻ, പുത്രൻ പരിശുദ്ധൻ, പരിശുദ്ധാത്മാവ് പരിശുദ്ധൻ. തൃത്വസ്തുതി എന്നാണ് പറയുന്നത്. തൃത്വത്തെ സ്തുതിക്കാത്ത, യേശുവിനെ സ്തുതിക്കാത്ത പാട്ടും പ്രസംഗവും വേണ്ട. അത് ഞാൻ ആ വീഡിയോയ്ക്ക് അത് കൃത്യമായി പറയുന്നുണ്ട്. കാരണം അങ്ങനെ തന്നെയാണ്. പൗരസ്ത്യ സുറിയാനി ഗീതങ്ങൾ അങ്ങനെ തന്നെയാണ്. ആംഗ്ലിക്കൻ മിഷണറിമാർ ഇവിടെ വന്നു പാടിയ ആംഗ്ലിക്കൻ ചെലുത്തുകളിൽ, പാട്ടുകളിൽ അങ്ങനെയാണ്. കൃത്യമായി പൗരസ്ത്യ ഗാഥകളിൽ എങ്ങനെയായിരുന്നു. കൃത്യമായി ദൈവശാസ്ത്രം തെറ്റാതെ, ലിറ്റർജി തെറ്റാതെ എല്ലാം യേശു ക്രിസ്തുവിനെയാണ് അവർ ഉയർത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങളൊരു അനിൽ സാർ ആദ്യത്തെ ദിവസം പ്രസംഗിച്ച് ഞങ്ങളൊരു സംവാദത്തിൽ പങ്കെടുത്തപ്പോൾ ഞങ്ങൾക്കെതിരെ ഒരു താർക്കിക മറുപക്ഷ നിൽക്കുന്ന ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ പാട്ടിൽ തൃത്വമില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ വാസമെല്ലാം കുഴഞ്ഞുപോയി. ഞാനും അനിൽ സാറും കൂടെ 2-3 പാട്ടൊക്കെ കണ്ടുപിടിച്ചു. തൃത്വമുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. പിതാവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, ക്രിസ്തുവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, പാവനാത്മാവേ, പിതാവുണ്ട്, പുത്രനുണ്ട്, ദൂതരുണ്ട്, അതൊക്കെ ഒരു പാട്ടുണ്ടല്ലോ. അങ്ങനെ 2-3 പാട്ട് പറഞ്ഞ് ഞാനും അനിൽ സാറും ആ ഡിബേറ്റിൽ നിന്ന് രക്ഷപ്പെട്ട കഥ പറയാം. ഞാൻ പറഞ്ഞു വന്നത്,
കൊടുക്കാൻ വേണ്ടി തന്നെയുള്ള യോധമാണ്. കാരണം ദൈവത്തെക്കുറിച്ചുള്ള പാട്ടുകളാണ്. അതുകൊണ്ട് പാട്ടിൽ തൃത്വം വേണം, പാട്ടിൽ ക്രിസ്തു വേണം, പാട്ടിൽ വീണ്ടെടുപ്പ് വേണം, പാട്ടിൽ സാൽവേഷൻ വേണം. കാരണം ഇത് ദൈവത്തെക്കുറിച്ചുള്ള പാട്ടുകളാണ്. ദൂതന്മാർ പോലും പാടുന്നത് നീ പരിശുദ്ധൻ 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 എന്നാണ്. പ്രിയമുള്ളവരെ പറയട്ടെ, വെളിപ്പാട് പുസ്തകം 4:5 എന്നതാണ് കാണുന്നത്. 4 ജീവികളും മൂപ്പന്മാരും 24 മൂപ്പന്മാരും ജീവികളും ദൂതന്മാരും സിംഹാസനം നിലത്തിട്ടുകൊണ്ട് പാടുകയാണ്, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും നീ ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഇവിടെ സിംഹാസനമല്ല വിഷയം, ഇവിടെ കിരീടമല്ല വിഷയം, ഇവിടുത്തെ വിഷയം അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. അവിടെയും പാട്ടിൻ്റെ പ്രതിവാദി വിഷയം കുഞ്ഞാടാണ്. അവിടെയും ക്രൂശീകരണമാണ് വിഷയം. അവിടെയും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെ ലഭ്യമായ വീണ്ടെടുപ്പും സാൽവേഷനുമാണ് വിഷയം. നീ കർത്താതി കർത്താവാണ്, രാജാതി രാജാവാണ്. 19-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകം തന്നെയാണ്. ഹല്ലേലൂയ 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 എന്ന് പറഞ്ഞവർ ആരാധിക്കുന്നത് യേശുവിനെയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രസംഗങ്ങളിലും പാട്ടുകളിലും ഉയർന്ന് മുഴങ്ങി കേൾക്കേണ്ട പേര് യേശുവിൻ്റെ പേരാണ്. അവൻ പരിശുദ്ധനാണ്, അവൻ പരിശുദ്ധനാണ്, അവൻ പരിശുദ്ധനാണ്. അതിന് വിശ്വാസ പ്രഖ്യാപനം കൂടിയാണ്. ഫിലിപ്പിയർ 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ സഭയുടെ വിശ്വാസ പ്രഖ്യാപനമാണെന്നുള്ള കമൻറ്റുകൾ ചില സ്കോളേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാം, അതിനകത്ത് യേശുവിന് ദൈവത്വം പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾക്കൊരു സംശയമില്ല, ഞങ്ങളുടെ കർത്താവ് ദൈവമാണ്. യേശുവിൻ്റെ പൂർവാസ്തിത്വത്തെ, തൻ്റെ പ്രായശ്ചിത്ത ബലിയെ, അതിലൂടെ സാധ്യമായ രക്ഷയെ, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ, അവിടുത്തെ മടങ്ങിവരവിനെ, അവിടുത്തെ സുപ്രീമസി ഔന്നത്യത്തെ എല്ലാം പ്രഖ്യാപിക്കുന്ന വിശ്വാസ പ്രഖ്യാപനം കൂടിയാണ് ആ പാട്ട്. അതുകൊണ്ട് നമ്മുടെ പ്രസംഗവും നമ്മുടെ പാട്ടുമെല്ലാം വിശ്വാസ പ്രഖ്യാപനം കൂടിയാണ്. ഞാൻ 2-ാം അധ്യായത്തിലെ കാര്യമാണ് പറഞ്ഞത്. 2-ാം അധ്യായം ക്രിസ്തുവിനെ അവതരിപ്പിക്കുകയാണ്. ദൈവരൂപത്തിലിരിക്കെ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങിവെന്ന് മനുഷ്യനായ ക്രിസ്തു, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെത്താൻ ഒഴിച്ച, തന്നെത്താൻ വെറുമയാക്കിയ, തന്നെത്തന്നെ ശൂന്യനാക്കിയ, ശൂന്യനാക്കപ്പെട്ട സ്വയപരിത്യാഗിയായ ക്രിസ്തുവാണ് ഫിലിപ്പിയ ലേഖനത്തിലെ ക്രിസ്തു. കൊലോസ് ലേഖനത്തിലെ ക്രിസ്തു സഭയുടെ തലയാണ്. കണ്ടോ, എഫേസ് ലേഖനം കൊലോസ് തമ്മിൽ വ്യത്യാസമുണ്ട്. എഫേസ് ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭയെങ്കിൽ കൊലോസ് ലേഖനത്തിൽ സഭയുടെ തലയാണ് ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. 11 ദുരുപദേശമുണ്ടായിരുന്ന സഭയാണ് കൊലോസ് ലേഖനം. കൊലോസ്യ സഭ ജ്ഞാനവാദം, ജൂഷ് ലീഗലിസം, അസറ്റിസം, സന്യാസം, ബ്രഹ്മചര്യ, ശബത്ത്, വാവ്, പെരുന്നാൾ ആചാരങ്ങൾ എല്ലാം സഭയ്ക്കകത്ത് തിരിക്കയറ്റിയ ജൂയിഷ് റിലീജിയസ് ലീഗലിസത്തിൻ്റെ വക്താക്കൾ ഒരു വശത്ത്, അതുപോലെ ന്യായപ്രമാണമില്ലാത്തത് കൊണ്ട് എങ്ങനെ തോന്നിയതുപോലെ ജീവിക്കാമെന്ന് പഠിപ്പിച്ച കുത്തഴിഞ്ഞ അരാജക ജീവിതം ഒരു വശത്ത്, ജ്ഞാനവാദം ഒരു വശത്ത്, ദൂതന്മാരെ ആരാധിച്ചവർ ഒരു വശത്ത്, സ്പിരിറ്റിസത്തിൻ്റെ പിന്നാലെ പോയി ഒരു വശത്ത്, അങ്ങനെ 11-ലധികം ദുരുപദേശം ഉണ്ടായിരുന്ന സഭ. ആ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുക, ഇതെല്ലാം റോങ് ആണ്, ഇതെല്ലാം റോങ് ആണ്. റിയാലിറ്റി യേശു മാത്രമാണ്. ഇന്ന് രാത്രി നാടിനോട് പറയുന്നു, ഫിലോസഫി റോങ് ആണ്, ലീഗലിസം റോങ് ആണ്, ഈ പറയുന്ന ദുരുപദേശം റോങ് ആണ്, ഹെറസി റോങ് ആണ്. റിയാലിറ്റി ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു മാത്രമാണ് റിയാലിറ്റി. പ്രൈസ് ദി ലോർഡ്. യേശുവാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യമായ യേശുവിനെ ഇന്ന് രാത്രി ഞങ്ങൾ ഈ നാടിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇന്ന് രാത്രി ആ യേശുവിനെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നു. ആ യേശുവാണ് റിയാലിറ്റി. 1-ാം അധ്യായത്തിൽ 11 പദവി ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ആരാണ് ക്രിസ്തു? ആരെ അമ്പരിപ്പിക്കുന്ന വ്യക്തിപ്രഭാവം, ലോകോത്തര മാതൃകയായ വൈജ്ഞാനിക വൈഭവം. ഇന്ന് രാത്രി ഞങ്ങൾക്കൊരു സംശയമില്ല, ആ യേശു ആരാണ് എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഈ ശബ്ദം കേൾക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരോട് ഈ യോഗത്തിന്റെ സമാപന സന്ധ്യയിൽ യോഗം അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ യേശു ആരാണെന്ന് തിരിച്ചറിയണം. കൊലോസ്യ ലേഖനം സവിസ്തരമായി പറയുകയാണ്. യഹോസാക്ഷിക്കാരുമായിട്ടുള്ള സംവാദങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ് കൊലോസ്യ ലേഖനം. കൊലോസ്യ ലേഖനം എടുക്കുമ്പോൾ തന്നെ യഹോസാക്ഷിക്കാരൻ കണ്ടം വഴി ഓടും. ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ഓടും, ഉറപ്പാണ്. വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവരെ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ 11 പദവി പറയുന്നു. ആരാണ് ക്രിസ്തു? അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നൽകിയ വീണ്ടെടുപ്പുകാരൻ. ഓരോ പോയിന്റ് പറയുമ്പോൾ സ്വത്രം പറഞ്ഞോണം. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിലേക്ക് സർവശക്തനായ ദൈവം അയച്ച വിമോചനത്തിന്റെ മാർഗം യേശുവിൻ്റെ മാർഗമാണ്. യേശുവിൻ്റെ മാർഗമാണ് ഈ മാർഗം.
ആ മാർഗം വിമോചനത്തിന് മാർഗമാണ്. അതിക്രമങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പ് നൽകി ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വാഴ്ചകളെയും അധികാരങ്ങളെയും സർവായുധവർഗം വെപ്പിച്ച് അവനെ ആയുധം പിടിച്ചെടുത്ത് പരസ്യകോലമാക്കി അവൻ്റെ ജയോത്സവം കൊണ്ടാടിയ യേശു ചരിത്രത്തിൽ ചെയ്ത രക്ഷണ്യ പ്രവർത്തനയിലൂടെ മാനവലോകത്തെ രക്ഷിച്ച വിശ്വവിമോചകൻ, വീണ്ടെടുപ്പുകാരൻ. നമ്പർ 1. രണ്ടാമത് യേശു ആരാണ്? സൃഷ്ടാവാണ്. യേശു സൃഷ്ടിപ്പിൽ യേശുവിനൊരു പങ്കില്ലെന്ന് വിശ്വസിക്കുന്ന കുറച്ച് അച്ചായമാർ കൊലോസിയരുണ്ടായിരുന്നു. കൊലോസ്യ ലേഖനമല്ല നമ്മുടെ പഠനം, അതിൻ്റെ ഡീപ്പിലേക്ക് പോകുന്നില്ല. മനസ്സിലായി? അങ്ങനെ പല അച്ചായമാർ നമ്മുടെ സഭയിലുണ്ട്. സ്വതന്ത്രം ചെയ്താട്ടെ പല ടീമുണ്ട് നമ്മുടെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. സൃഷ്ടിപ്പിൽ ക്രിസ്തു ഒരു ഏജന്റ് അല്ല. യേശു ക്രിസ്തുവിന് സൃഷ്ടിപ്പിൽ യാതൊരു പങ്കാളിത്തമില്ലെന്ന് വിശ്വസിച്ചവർ ഈ സഭയിലുണ്ടായിരുന്നു. അവർക്കെതിരെയുള്ള ഖണ്ഡനമാണ്. കർത്തൃത്വങ്ങളാകട്ടെ സിംഹാസനങ്ങളാകട്ടെ സകലതും യേശു മുഖാന്തരം ഉളവായി. അവൻ സൃഷ്ടാവാണ്. അടുത്തത് സർവസൃഷ്ടിക്ക് ആദിജാതൻ. അത് തെറ്റിദ്ധാരണയുണ്ട് ആ വാക്യത്തിന്. കുഞ്ഞുങ്ങൾ കേട്ടോണം. നിങ്ങൾ ക്യാമ്പസുകളിലൊക്കെ പഠിക്കാൻ പോവുകയാണ്. +2ൻ്റെ റിസൾട്ടൊക്കെ വന്ന ശേഷം നിങ്ങൾ ഉസ്മാനിയയിലോ, നിങ്ങൾ അലിഗഡ് യൂണിവേഴ്സിറ്റിയിലോ, ഹൈദരാബാദിലോ, നിങ്ങൾ മദ്രാസിലോ, ഉക്രയിലോ, ജോർജിയയിലോ, റഷ്യയിലോ, ഫിലിപ്പൈൻസിലോ, ചൈനയിലോ, നിങ്ങൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എവിടെ വേണമെങ്കിലും പൊക്കോ, ഞങ്ങൾക്ക് സന്തോഷമാണ്, എല്ലാ പിന്തുണയുണ്ട്. പക്ഷേ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന വൈജ്ഞാനിക ചില തർക്കങ്ങളുണ്ട്. അതിലാരും പെട്ടുപോകരുത്. അതിൽ യഹോവ സാക്ഷിക്കാരൻ്റെ ഏറ്റവും വലിയൊരു കളിപ്പീരാണ് സർവ്വസൃഷ്ടിക്ക് ആദിജാതൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ ആദ്യം സൃഷ്ടിച്ചു എന്നല്ല അർത്ഥം. കേട്ടോ, അത് കേട്ടോണം. യേശുവിനെ ആദ്യം സൃഷ്ടിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. സർവ്വസൃഷ്ടിക്ക് ആദിജാതൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്രിയേറ്റഡ് വൺ എന്നല്ല അതിൻ്റെ അർത്ഥം. പ്രോട്ടോട്ടോക്കോസ് എന്നാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സകലതും സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമ്മുടെ യേശു ഉണ്ടായിരുന്നു. സ്വോത്രം. അത് കേട്ടോണം. അത് പ്രോട്ടോട്ടോക്കോസ് എന്നാ പറഞ്ഞ അച്ചാനെ അങ്ങ് പറഞ്ഞു വിട്ടേക്കണം. നിങ്ങളുടെ വീട്ടിൽ കയറി വരുമ്പം മനസ്സിലായില്ലേ? വളരെ വ്യക്തമായി കേട്ടോണം. കാര്യങ്ങൾ മനസ്സിലാക്കിക്കോണം. ദൈവത്തെ ദൈവം എന്ന് പറഞ്ഞ് ആരാധിച്ചോണം. അത് കുട്ടികൾ മാത്രമല്ല ചാടിപ്പോകുന്നത്. ഒളിച്ചോട്ടം കുട്ടികൾക്ക് മാത്രമല്ല. 30 വർഷം സഭയ്ക്കകത്ത് ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു ഫാമിലി ഈ സമീപകാലത്ത് തിരുവല്ല ടൗണിൽ നിന്ന് യഹോവസാക്ഷിയിലേക്ക് പോയി. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വിവരക്കേട്. 30 കൊല്ലം ആരാധിച്ച അമ്മാമ്മയ്ക്കും അറിയത്തില്ല യേശു ദൈവമാണെന്ന്. സ്തോത്രമൊന്നും പറയണ്ട, കേട്ടിരുന്നാച്ചാൽ മതി. മനസ്സിലായോ? തൃത്വമറിയാതുള്ള ആരാധന, ക്രിസ്തു ദൈവമാണെന്നുള്ള അറിഞ്ഞുകൊണ്ടുള്ള ആരാധനയല്ല. സ്തോത്രം. സഭയുടെ ദൈവശാസ്ത്രം അറിയാതെ 30 കൊല്ലമൊക്കെ ഒരു ആരാധിച്ചൊരു ഫാമിലിയെ പിടിച്ചുകൊണ്ട് പോകണമെന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന്റെ തിയോളജിക്കൽ കൺവിക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? ആ കുടുംബത്തിന്റെ ഡോക്ടറിന് സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് പിടികിട്ടിയോ? നിസ്സാരമല്ല ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത്. നിസ്സാരമായി ഡോക്ടറിൻ പ്രസംഗിക്കുമ്പോൾ നിസ്സാരമായി അതിനെ കാണരുത്. വളരെ ഗൗരവമായി കാര്യം മനസ്സിലാക്കണം. 30 വർഷം ആരാധിച്ചൊരു ഫാമിലിയെ അടർത്തിക്കൊണ്ടാൻ പറ്റുന്നെങ്കിൽ അവരപ്പുറത്തോളം ദൈവശാസ്ത്രപരമായി വീക്കായിരുന്നു, പ്രബുദ്ധരല്ലായിരുന്നു. ക്രിസ്റ്റാഡൽ ബസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് യഹോവസാക്ഷി പോലെയാണ് അവർ. തിരുവല്ല ആ പ്രൈവറ്റ് ബസ്സിൻ്റെ റൈസ് അടിയിരിക്കുന്ന ഓടിട്ടൊരു കൊച്ചു വീടാണത്. അവിടെ ചെന്ന് കയറി ഞാൻ ആ പുള്ളിയോട് സംസാരിച്ചിട്ടുണ്ട്. വലിയ സ്കോളറാണ്. വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവരെ, 30 വർഷം ആരാധിച്ചത് യേശുവാരാണെന്നറിയാതെയാ. റോമാലേഖനത്തിൽ പറയുന്നു ദൈവത്തെ ദൈവം എന്നറിഞ്ഞ് ആരാധിക്കണം. കേട്ടോ, അതുകൊണ്ട് യേശു കർത്താവാണ്, സർവ്വസൃഷ്ടിക്ക് ആദിജാതനാണ്, അവൻ സൃഷ്ടാവാണ്, അവൻ വിമോചകനാണ്. ഈ അടുത്തിടെ ചില മാസങ്ങൾക്ക് മുമ്പ് എറണാകുളം ടൗണിൽ നമ്മുടെ ഒരു ഫാമിലി അടിച്ചുകൊണ്ട് പോയി. നമ്മുടെ പറയുമ്പോൾ വീടുണ്ടല്ലോ, ഇറച്ചോടുകാർക്ക് അടിച്ചുകൊണ്ട് പോയി. ഗേറ്റ് മിനിസ്ട്രീസ് എന്നും പറഞ്ഞൊരു ദുരുപദേശം ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലറിയാലോ, നമ്മുടെ ദോഹ സഭയിൽ നിന്ന് മുടക്കിയതാണ്. അവർക്ക് റോമാലേഖനം മുതൽ ഫിലോമോന്റെ ലേഖനം വരെ പുള്ളിക്ക് മതി. സുവിശേഷം വേണ്ട, എബ്രാ ലേഖനം വേണ്ട, യാക്കോബിന്റെ ലേഖനം വേണ്ട. സഭ സ്ഥാപിച്ച അപ്പോസ്തലർ 2-ലല്ല, പുള്ളിയുടെ പഠിപ്പിക്കലും അപ്പോസ്തലർ 13-ലാണ്. സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് ശിഷ്യന്മാർക്ക് കിട്ടിയിട്ടില്ല, ക്രിസ്തുവിന് പോലും കിട്ടിയിട്ടില്ലെന്നാണ് ഈ മണ്ടം പറയുന്നത്. അത് പൗലോസിന് മാത്രമാണ്. പിന്നീട് നിങ്ങൾ പഠിച്ചോണം പോസ്റ്റ്മോൺ തിയറി. അത് എറണാകുളത്തൊരു സഭയുണ്ട്, ഇപ്പം കോട്ടയത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ഫാമിലി പിടിച്ചുകൊണ്ട് പോയി. പിള്ളാരെ പിടുത്തക്കാരിറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടിട്ടില്ലേ? പിള്ളാരെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് പ്രായമുള്ളവരെ പിടിക്കുന്നത്. അതുകൊണ്ട് ഇവിടേക്ക് കുട്ടികൾക്ക് മാത്രമല്ല പ്രശ്നം, വലുതിനും പ്രശ്നമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വളരെ ഗൗരവമായൊരു കാര്യം പറയുന്നു പ്രിയമുള്ളവരെ. ക്രിസ്തുവിനെ കുറിച്ച് സഭയ്ക്ക് ഒരു ഘട്ടത്തിലും സംശയമില്ല. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ച് സഭയ്ക്ക് ഒരു ഘട്ടത്തിലും സംശയമില്ല. തൃത്വത്തെക്കുറിച്ച് ഒരു ഘട്ടത്തിലും സഭയ്ക്ക് സംശയമില്ല. ഇന്ന് രാത്രി നമ്മൾ ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കുകയാണ്, യേശു ദൈവമാണ്. 6 ചിന്താപീഠങ്ങളാണ്
അതിനുവേണ്ടി സഭ ഉന്നയിക്കുന്നത്. ക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമില്ല കേട്ടോ. സക്കീർ നായിക്കിന് സംശയം കാണും, സുബൈർ പീഡിക്കിന് സംശയം കാണും, മുഹമ്മദ് ഈദസിക്ക് സംശയം കാണും. ഇന്ന് രാത്രി ഞങ്ങൾക്ക് സംശയമില്ല. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ച് ഞങ്ങൾ അത്യുച്ചരം പ്രഘോഷിക്കുന്നതിന്റെ കാരണം 6 ചിന്താപീഠങ്ങൾ. 1, യേശു ക്രിസ്തുവിന്റെ ദൈവിക നാമങ്ങൾ. 2, യേശു ക്രിസ്തുവിന്റെ ദൈവിക വിശേഷണ ലക്ഷണങ്ങൾ. 3, യേശു ക്രിസ്തുവിന്റെ ദൈവിക ചുമതലകൾ. 4, യഹോവയെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 5, യേശു ക്രിസ്തുവിനെ പിതാവിനോട് അതേ ബഹുമാനത്തിൽ, അതേ തുല്യതയിൽ, അതേ ബഹുമാനത്തിൽ, അതേ റാങ്കിൽ, അതേ നിലയിൽ പുത്രനെയും പരിശുദ്ധാത്മാവിനെ അവതരിപ്പിച്ചിരിക്കുന്നു. 6, യേശു ക്രിസ്തു ആരാധന സ്വീകരിക്കുന്നു. ഈ 6 ചിന്താപീഠങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ യേശു ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഓർക്കണം. 30 വർഷം ഇതുപോലെ കൺവെൻഷൻ സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഈയിടെ 7th ഡേ പോയി. ഞങ്ങൾ ഡിബേറ്റിന് അദ്ദേഹത്തെ ഈയിടെ വെല്ലുവിളിച്ചു, താല്പര്യമില്ല. നമ്മുടെ ഗേറ്റ് മിനിസ്ട്രിയും വിളിച്ചു ഡിബേറ്റിന്, താല്പര്യമില്ലെന്ന് പറഞ്ഞു. 30 വർഷം പ്രസംഗിച്ച ആൾ, പ്രഗത്ഭനായ പാസ്റ്റർ KC ജോണിൻ്റെയൊക്കെ അസിസ്റ്റൻ്റായി നിന്ന ഒരാൾ. നിങ്ങൾക്ക് മനസ്സിലായ പ്രശ്നം എവിടാണ്? സ്തോത്രം പിടികിട്ടിയോ? കാര്യം മനസ്സിലായോ? അതുകൊണ്ട് ഈ യോഗങ്ങൾ വളരെ കൃത്യമായി ഓറിയന്റേഷൻ കൂടിയാകണം. സഭയുടെ ദൈവശാസ്ത്രത്തിലേക്ക് മടങ്ങി വരണം. ക്രിസ്തുവിനെ കുറിച്ചുള്ള തികഞ്ഞ പരിജ്ഞാനത്തിലേക്ക്, ദൈവിക തൃത്വത്തിന്റെ മർമ്മത്തെ മനസ്സിലാക്കി ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ ദൈവത്തെ ദൈവം എന്നറിഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം അറിഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. ഇത് ഞങ്ങൾ തുടക്കം മുതലേ പറയുകയാണ്. അത് പലപ്പോഴും ഗൗരവമായി എടുക്കാത്തതിന്റെ സകല പ്രശ്നങ്ങൾ ഇന്ന് സഭയ്ക്കകത്തും പുറത്തുമായിട്ടുണ്ട്. ഗൗരവമായി ഞങ്ങൾ സംവാദം ഉന്നയിച്ച ആളുകളെല്ലാം സഭ വിട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വ്യക്തമായി ഉന്നയിക്കുന്നു. പൗലോസ് കൃത്യമായി പറയുകയാണ്, യേശു ക്രിസ്തുവിന്റെ മൗലികതയെ, യേശു ക്രിസ്തുവിന്റെ സുപ്രീമസിയെ നിങ്ങൾ തിരിച്ചറിയണം. അവൻ സകല സൃഷ്ടിക്കും ആദിജാതൻ. എന്നിട്ട് പറയുന്നു, അവൻ മരിച്ചവരിൽ ആദ്യം ഉയർത്തെഴുന്നേറ്റ് കേട്ടോ. എബ്രഹാം ലിങ്കന്റെയും മാർട്ടിൻ ലൂതർ കിങ്ങിന്റെയും കാർൽ മാർക്സിന്റെയും ഹിറ്റ്ലറിന്റെയും മുസോളിനിയുടെയും ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ ഇന്ന് രാത്രി തുറക്കപ്പെട്ട ഒരു കല്ലറയുണ്ട്. അത് യേശുവിന്റെ കല്ലറയാണ്. അവൻ ഇവിടെ ഇല്ല. ഹീസ് റീസൺ. അവൻ ഇവിടെ ഇല്ല. ഹീസ് നോട്ട് ഹിയർ. ഹീസ് റീസൺ. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ യേശു മരിച്ചവരിൽ ആദ്യം ഉയർത്തെഴുന്നേറ്റവനാണ്. മാത്രമല്ല അവൻ സകലത്തിനും ആധാരമാണ്, സഭയുടെ തലയാണ്, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. അവൻ പിതാവിനോട് സകലവും നിരപ്പിച്ചവനാണ്, പിതാവിന് പ്രിയനായവനാണ്. അവൻ സകലത്തിനും ആരംഭവും അവൻ സകലത്തിന് മുമ്പനുമാണ്. അങ്ങനെ 11 കാര്യം 1-ാം അധ്യായത്തിലുണ്ട്. അത് നിങ്ങൾ സ്റ്റഡി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. നിങ്ങൾ ചോദിക്കല്ലോ, പെന്തക്കോസ്തുകാർക്കൂടെ ഐഡൽസ് ഇല്ല, ഐക്കൺസ് ഇല്ല, ഒരു ചുവർ ചിത്രം പോലുമില്ല. മറുപടി ദൈവശാസ്ത്രമാണ്. ബൈബിൾ ആൻഡ് ഐക്കണോഗ്രാഫി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എന്താ ഇല്ലാത്തതിന്റെ കാരണം? അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വസ്തുതകളെ വെളിപ്പെടുത്തുന്നവൻ, കൃത്യമായി പ്രതിച്ഛായ വെളിപ്പെടുത്തുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി പറയുന്നു, ദൈവത്തെ വെളിപ്പെടുത്താൻ, ദൈവത്തെ റെപ്രസെന്റ് ചെയ്യാൻ, ദൈവത്തെ ദൃശ്യവൽക്കരിക്കാൻ, ദൈവത്തെ പ്രത്യക്ഷവൽക്കരിക്കാൻ പുത്രനായ ക്രിസ്തുവിനല്ലാതെ വേറെ ആർക്കും കഴിയത്തില്ല. മനസ്സിലായോ? അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തെ വെളിപ്പെടുത്താൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് ഇവിടെ ഐഡൽസ് ഇല്ലാത്തത്, ഐക്കൺസ് ഇല്ലാത്തത്, ഇമേജുകൾ ഇല്ലാത്തത്. അതാണ് എബ്രായത്തിൽ പറഞ്ഞിരിക്കുന്നത് തത്വത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞ ദ എക്സാക്ട് റെപ്രസെന്റേഷൻ ആൻഡ് റെവലേഷൻ. തത്വത്തിന്റെ മുദ്ര, പിതാവിന്റെ സാരാംശം എന്താണോ അതാണ് പുത്രന്റെ സാരാംശം. ഹോമൗസിയോൺ. ഞങ്ങൾക്കൊരു സംശയമില്ല കേട്ടോ. അത് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, അത് യേശുവിന് മാത്രമേ ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതാ കൊലോസ്യ ലേഖനം. അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടിയൊക്കെ പറയുന്നത് കൊലോസ്യ ലേഖനമൊക്കെ സഭയ്ക്കകത്ത് വായിക്കണം. ഒരു 6 സങ്കീർത്തനം വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 118 വർഷമായി സുവിശേഷ വായനയും ലേഖന വായനയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. സ്തോത്രം. ഈ 118 വർഷവും ഗിരിപ്രഭാഷണം വായിക്കുന്ന രംഗം ഓർത്ത് 118 വർഷവും നമ്മുടെ സഭയ്ക്കകത്ത് യാക്കോബിന്റെ ലേഖനം വായിക്കുന്ന രംഗം ഓർത്ത് കോണപ്പെട്ടയനം. മനസ്സിലായില്ലേ? അത്രയും പറയുന്നുള്ളൂ. പിടികിട്ടും. വിധവമാർക്ക് നക്ഷത്രമൊക്കെ മതി, മനസ്സിലാവും. ഇത് രാത്രി പ്രിയമുള്ളവരെ, സ്തോത്രം,
അതുകൊണ്ട് വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, എഫേസ്യ ലേഖനവും ഫിലിപ്പിയ ലേഖനം കൊലോസ്യ ലേഖനം കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഫിലോമോൻ ഒരു കൊച്ചു ലേഖനമാണ്. അതിൻ്റെ പ്രതിവാദി വിഷയം യേശുക്രിസ്തു ആരാണ്? കർത്താവാണ്. സ്തോത്രം. യേശുക്രിസ്തു അവൻ യജമാനനാണ്, കർത്താവാണ്. ഫിലോമോനെയും ഒനോസിമോസിനെയും രണ്ട് ബൈനറികളായി അവതരിപ്പിച്ചുകൊണ്ട് കൃത്യമായി പറയാണ് യേശുക്രിസ്തു കർത്താവാണ്. ഇന്ന് രാത്രിയിലെ പ്രസംഗ വിഷയം യേശു കർത്താവാണ്. എബ്രായ ലേഖനത്തിന്റെ വിഷയം യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയാണ്. യഹൂദ മതത്തിന്റെ സകല ബിംബങ്ങളെയും, യഹൂദ മതത്തിന്റെ സകല മത സാംസ്കാരിക രാഷ്ട്രീയ ചിഹ്നങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ പദവിയുടെ പൗരോഹിത്യത്തിന്റെ, യേശുക്രിസ്തുവിന്റെ പദവിയുടെ പൗരോഹിത്യത്തിന്റെ, സ്വഭാവത്തിന്റെ, ധാർമ്മികതയുടെ, യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രിയുടെ ശ്രേഷ്ഠത അവൻ നിങ്ങളുടെ ആചാര്യന്മാരെക്കാൾ, അവൻ നിങ്ങളുടെ ആലയത്തെക്കാൾ, അവൻ നിങ്ങളുടെ ആരാധനയേക്കാൾ വലിയവനാണ്. അവൻ നിങ്ങളുടെ പ്രവാചകന്മാരെക്കാൾ, അവൻ നിങ്ങളുടെ ദൂതന്മാരെക്കാൾ, അവൻ നിങ്ങളുടെ മധ്യസ്ഥനായ മോശയേക്കാൾ, യോശുവേക്കാൾ, അഹരോനേക്കാൾ, അബ്രഹാമിനേക്കാൾ, സമാഗമന കൂടാരത്തെക്കാൾ, പഴയ നിയമ ഉടമ്പടിയേക്കാൾ, പഴയ യാഗത്തേക്കാൾ, ഹാവേലിന്റെ രക്തത്തെക്കാൾ, പിതാക്കന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനാണ്. ഇന്ന് രാത്രി ദേശത്ത് ഞങ്ങൾ ഉയർത്തുന്നു എല്ലാവരെക്കാൾ ശ്രേഷ്ഠനായ കർത്താവിനെ, എല്ലാവരെക്കാൾ ഉന്നതനായ കർത്താവിനെ, ആ പ്രപഞ്ചത്തിന്റെ സമഗ്രതയെ, ആരെ അമ്പരപ്പിക്കുന്ന വ്യക്തിപ്രഭാവത്തെ ഇന്ന് രാത്രി വൈജ്ഞാനിക ലോകത്തിന്റെ മാതൃകയായ കർത്താവിനെ ഇന്ന് രാത്രി ഞങ്ങൾ ദേശത്ത് ഉയർത്തുന്നു. കാര്യങ്ങൾ ഉയർത്തി കർത്താവിന് സ്വതന്ത്രം ചെയ്താട്ടെ. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരാം. ഫിലിപ്പിയ ലേഖനം ജയിലിൽ കിടന്നുകൊണ്ട് പൗലോസ് എഴുതുകയാണ്, സബ്ജക്റ്റ് ദ ജോയ് ഓഫ് ദ ലോർഡ്. 16 തവണയിലധികം പറയുന്നുണ്ട് റിജോയിസിങ്, സന്തോഷിക്കുക, സന്തോഷിക്കുക. പിന്നെയും പറയുന്നു സന്തോഷിക്കുക. എവിടെ കിടന്നുകൊണ്ടാ? ജയിലിൽ കിടന്നുണ്ട്. എല്ലാ സൗകര്യം ഉണ്ടായിട്ടും നമുക്കൊരു സന്തോഷമില്ല, നമുക്കൊരു സന്തോഷക്കുറവ്. ജയിലിൽ 10-20 അടി താഴ്ചയിൽ ഞെങ്ങി ഞെരുങ്ങി. ഇന്നത്തെ ജയിലല്ല, ഞാൻ പത്തനംതിട്ട പാസ്റ്ററായിരുന്നപ്പോൾ പത്തനംതിട്ട സബ് ജയിലിൽ മാസത്തിലൊരിക്കൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് യോഗം നടത്താൻ എനിക്ക് പെർമിഷൻ ഉണ്ടായിരുന്നു. പെർമിഷനാണ്, ജയിൽ അധികൃതർ എന്ന പെർമിഷനാണ്. അതുകൊണ്ട് ജയിലിൽ വിൽക്കാറ് പോയിട്ടുണ്ട്. നല്ല സൗകര്യമാണ്. ആഴ്ചയിൽ ഒരിക്കലൊക്കെ മട്ടനുണ്ട്, നല്ല മെനുവാണ്. നമ്മുടെ വീടിനെക്കാളും നല്ല ഇപ്പോഴത്തെ ജയിൽ. അതല്ല, അത് പൗലോസ് കടന്ന് 20 അടി താഴ്ചയിൽ ഞെരുങ്ങി കിടന്ന് അനങ്ങാൻ പറ്റാത്ത സൗകര്യത്തിൽ കിടന്നുകൊണ്ട് മുകളിൽ വന്ന് നിൽക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തെഴുതിക്കുകയാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, പൗലോസ് അല്ല പല ലേഖനങ്ങളും എഴുതിയത് എന്ന് പറഞ്ഞാൽ റൈറ്റർ എഴുതിയത് പൗലോസ് പറഞ്ഞു കൊടുത്തത്. ഈ ലേഖനം എഴുതിയ ഞാൻ നിങ്ങൾക്ക് വന്ദനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് റോമാലേഖനത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ക്ലർക്കുമാരുണ്ട്, പറഞ്ഞു കൊടുക്കും, അവരെഴുതും. അങ്ങനെ എഴുതിയതാ. അങ്ങനെ ഇടുങ്ങിയ ഒരു ജയിലിൽ കിടന്നുകൊണ്ട് പറയാ നിങ്ങൾ സന്തോഷിക്കാൻ. സ്വോത്രം. അത് പറഞ്ഞിട്ട് അവർക്ക് സന്തോഷമില്ല. ജയിലിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, ഇച്ചിരി അല്പം ഉഷ്ണം സഹിക്കാൻ നമുക്ക് വയ്യ. അപ്പൊ ഈ ജയിലിൽ കിടന്നുകൊണ്ട് പറയാ നിങ്ങൾ സന്തോഷിപ്പീൻ. ഈ ജയിലല്ല എനിക്ക് പ്രശ്നം. എനിക്ക് ജാമ്യം കിട്ടുമോ, പരോള് കിട്ടുമോ? ഈ ഇമ്പീരിയൽ ട്രൈബ്യൂണലിന്റെ വിചാരണ കാപ്പ് കിടക്കുന്ന ഒരു മനുഷ്യന്റെ വിഷമമൊന്നും ഈ ലേഖനത്തിലില്ല കേട്ടോ. എനിക്ക് വിഷമം സഭയിലെ ലേഡീസ് മിനിസ്ട്രി ഓർത്താ. സഹോദരിമാർ വേണമെങ്കിൽ ലുവോദിയുടെ സുന്ദുകയുടെ അടി ഓർത്താ എനിക്ക് ജയിലിൽ കിടക്കുമ്പോൾ വിഷമം, അല്ലാതെ ജയിലിലെ പ്രശ്നമല്ല. സഹോദരി സമാജത്തിന് അത് വലിയ പ്രശ്നമാണ്. നിങ്ങൾ അയച്ചിട്ടില്ലേ ഫിലിപ്പിയ ലേഖനത്തിൽ? ഞാൻ ഫിലിപ്പിയ സഭ സ്വോത്രാഴ്ചയൊക്കെ എടുത്ത് ഒരു കളക്ഷൻ എടുത്ത് എഫ്രാദിദോസിന്റെ കയ്യിൽ കൊടുത്തു വിട്ടു. ജയിലിൽ കൊണ്ടുവന്നത് വാങ്ങിച്ചിട്ട് തിരിച്ചൊരു കത്ത് കൊടുത്ത് വിട്ടതാ. താങ്ക്സ് ഗിവിംഗ് ലെറ്റർ ഫിലിപ്പിയ ലേഖനം. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഇവിടെ ജയിലിൽ പട്ടിണിയാ, ബുദ്ധിമുട്ടാണ്. എനിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊന്നും ഇതിനകത്തില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അലുബോധിയോടും സുന്ദിയോടൊക്കെ അടി നടത്താൻ പറയാം. ജയിലിലെ സാമൂഹിക സാഹചര്യവും സഭയുടെ സാഹചര്യവും ഒരുപോലെ പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം. ഇച്ചിരി കടുപ്പിച്ച പിണങ്ങ് നിങ്ങൾ. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് വിടുക. വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവരെ, സ്തോത്രം. സഭയുടെ അവസ്ഥയോർത്താണ് വിഷയം, സഭയുടെ ഡിസ്യൂണിറ്റി ഓർത്താ വിഷയം. പൗലോസ് ജയിലിൽ ഈ പെരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. പൗലോസ് ജയിലിൽ പോയത് സഭയ്ക്കകത്ത് മുതലാക്കിയ കുറച്ച് ആളുകൾ സഭയ്ക്കകത്തുണ്ട്. ഞാൻ പ്രസംഗത്തിന് കണ്ടത്തിൽ പറഞ്ഞോളാം. അസൂയ കൊണ്ടും പിണക്ക് കൊണ്ടും പ്രസംഗിക്കുന്നവർ, ശാഠ്യത്താലോ നാട്യത്താലോ പ്രസംഗിക്കുന്നവർ,
പൗലോസ് ജയിലിൽ പോയത് മുതലാക്കി പൗലോസിന്റെ ശുശ്രൂഷ വിവാദമാക്കാൻ, പൗലോസിനെ അധികാരം ചോദ്യം ചെയ്യാൻ, പൗലോസിന്റെ ശ്ലൈഹികതയെ അപ്പോസ്തലത്തെ ചോദ്യം ചെയ്യാൻ ശ്രമം നടത്തിയ സഭയ്ക്കകത്ത് ചില ദുഷ്ടലാക്കോട് പ്രവർത്തിച്ച ആൾക്കാരുണ്ട്. ഇതൊന്നും നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. ഒരുത്തരൊരു തട്ടുകേട് വന്നാൽ മുതലാക്കാൻ ശ്രമിക്കരുത്. ഒരുത്തരൊരു പ്രതിസന്ധി വന്നാൽ മുതലാക്കാൻ ശ്രമിക്കരുത്. പെരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടാനാരും നോക്കരുത്. അത് നോക്കിയ ഒരു സഭയ്ക്കകത്ത് ഉണ്ടായിരുന്നു. അവരെ ഓർത്താ എനിക്ക് വിഷയം. അവരും യോഗം നടത്തിക്കോട്ടെ, എനിക്ക് വിഷയമല്ല. ശാഠ്യത്താലോ നാട്യത്താലോ അസൂയ കൊണ്ട് പിടക്കം കൊണ്ട് ചിലർ പ്രസംഗിക്കുന്നു, എനിക്ക് വിഷയമല്ല. അവർ യേശുവിനെ ആണല്ലോ പ്രസംഗിക്കുന്നത്. പൗലോസ് പറയാണ്, സന്തോഷിപ്പീൻ. കഷ്ടതയിലുള്ള സന്തോഷം നിങ്ങൾ സന്തോഷിപ്പിക്കാൻ പിന്നെയും പറയുന്നു എന്ന് ആവർത്തിച്ച് പൗലോസ് പറയുകയാണ്. എന്നിട്ട് പൗലോസ് വളരെ കൃത്യമായി പറയുന്നു, പ്രിയമുള്ളവർ, ഒരു പ്രാർത്ഥനയിൽ അത് തുടങ്ങുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു അപ്പോസ്തലിക പ്രാർത്ഥന, ഒരു ഹോംവർക്ക് തരാം. എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, തെസ്സലോനിക്ക ലേഖനം, ഇതിനകത്തെല്ലാം പൗലോസിന്റെ അപ്പോസ്തലിക് പ്രയർ ഉണ്ട്. പൗലോസ് പ്രാർത്ഥിച്ചത് നിങ്ങൾ എവിടെയെങ്കിലും എൻ്റെ ഭൗതിക വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേട്ടുണ്ടോ? അകത്തെ മനുഷ്യൻ ശക്തിയോട് ബലപ്പെടണം. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തെ എനിക്കൊന്ന് അറിയണം. ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയണം. മനസ്സിലായ വിശുദ്ധന്മാരോടുകൂടി ഇതൊന്ന് ഗ്രഹിക്കണം. ഇതൊക്കെയാണ് അകത്തെ മനുഷ്യൻ്റെ ആത്മീയ വിഷയങ്ങളായിരുന്നു അപ്പോസ്തലന്റെ പ്രാർത്ഥന. ഷോപ്പിംഗ് ലിസ്റ്റുമായിട്ടല്ല ദൈവസന്നിധിയിലേക്ക് വന്നത്. ഇന്ന് രാത്രി പുറത്തെ മനുഷ്യന്റെ ഭൗതിക വിഷയങ്ങളല്ല, അകത്തെ മനുഷ്യന്റെ ആത്മീയ വിഷയങ്ങളാണ് പൗലോസ് ദൈവസന്നിധിയിൽ അവതരിപ്പിച്ചത്. കേട്ടോ? അപ്പോൾ നിങ്ങളുടെ സ്നേഹം വർദ്ധിച്ചു വരണം, പരിജ്ഞാനവും വിവേകവും വർദ്ധിച്ചു വരണം, ഭേദാഭേദങ്ങളെ വിവേചിക്കണം. ഇതൊക്കെയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമാകണം. സിൻസിയറിറ്റി, ട്രാൻസ്പെറൻസി, ഇന്റഗ്രിറ്റി, ഇതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നീതിഫലം നിറഞ്ഞവരാകണം. നമ്മുടെ പ്രാർത്ഥനാ ശൈലി ഒന്ന് മാറിയാട്ട്, പ്രാർത്ഥനാ സംസ്കാരം ഒന്ന് മാറിയാട്ട്. ആ രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് പൗലോസ് 1-ാം അധ്യായത്തിൽ പറയുകയാണ്, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന് അഭിവൃദ്ധിയായി. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അത് തികയ്ക്കും. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചെന്ന് പറഞ്ഞത് റീബർത്താണ്. ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സാൽവേഷൻ ആരംഭിച്ച, നിങ്ങൾ റീബർത്ത് ആരംഭിച്ചത് ദൈവമാണെങ്കിൽ ദൈവം അത് പൂർത്തീകരിക്കും. നിങ്ങൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് ഹോളി സ്പിരിറ്റ് ആണെങ്കിൽ, നിങ്ങൾ റീബർത്ത് ആരംഭിച്ചത് പരിശുദ്ധാത്മാവാണെങ്കിൽ പരിശുദ്ധാത്മാവ് അത് പൂർത്തീകരിക്കും. സ്തോത്രം. വിശുദ്ധമായ അഭിലാഷങ്ങളെ നമ്മൾ ജനിപ്പിക്കുന്നത് ദൈവമാണ്. തൻ്റെ ആത്മാവിലാണ് ദൈവം തൻ്റെ പദ്ധതിക്കനുസരിച്ച് വിശുദ്ധമായ ആഗ്രഹങ്ങളെ ജനിപ്പിക്കും. ഞാൻ ഒന്നുകൂടെ പറയുന്നു, പാസ്റ്റർമാർ കേട്ടണം, നിങ്ങളിൽ വിശുദ്ധമായ അഭിലാഷങ്ങൾ ജനിപ്പിക്കുന്നത് ഹോളി സ്പിരിറ്റാണ്. അതുകൊണ്ട് ദൈവം അത് പൂർത്തീകരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നമ്മുടെ പോയിന്റിലേക്ക് വരാം. പൗലോസ് പറയുകയാണ്, ഞാൻ കഷ്ടതയിൽ ജയിലിൽ വന്നത് ഗുണമായി. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ഈ പ്രതിസന്ധി ഗുണമാണെന്ന്? ഞാൻ ഈ കടന്നു പോകുന്ന പ്രതിസന്ധി ഗുണമാണെന്ന്, ഞാൻ ഈ കടന്നു പോകുന്ന ശോധന ഗുണമാണെന്ന്. എൻ്റെ വീട്ടിൽ സംഭവിച്ചത്, എൻ്റെ പരമുറയിൽ സംഭവിച്ചത്, എൻ്റെ ശുശ്രൂഷയിൽ സംഭവിച്ചത് ഗുണമാണെന്ന് ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് ഗുണമായി. ഹല്ലേലൂയ, സ്തോത്രം. ഈ കഷ്ടതയുള്ള നമ്മുടെ റെസ്പോണ്ടാ വിഷയം. അങ്ങനെ വാക്യമുണ്ട്, കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. ഉണ്ടോ? കഷ്ടകാലത്ത് ആരും കുഴയരുത്. പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളുടെ പ്രതികരണമാണ് വിഷയം. യോബ് പറഞ്ഞല്ലോ, അവൻ എന്നെ കൊന്നാലും അവനായി കാത്തിരിക്കും. സൗകര്യങ്ങൾ ഉള്ളപ്പോഴല്ല അയ്യോബ് ആരാധിച്ചത്. അസൗകര്യങ്ങളുടെ നടുവിലെ ആത്മീയത അയ്യോബിന്റെ പുസ്തകത്തിൽ ആത്മീയത. കേട്ടോ? എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോഴും, സൗകര്യം ഉണ്ടായിട്ട് ആർക്കും സ്തോത്രം പറയാൻ വയ്യ. ഇടയ്ക്കിടയ്ക്ക് ഭാഷ ഇങ്ങനെ പറയണം. ഞാൻ ഇങ്ങനെ പറയിപ്പിക്കുന്ന ആളേ അല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രിയമുള്ളവരെ, സ്തോത്രം. അതുകൊണ്ട് സൗകര്യമുള്ളപ്പോൾ നമ്മൾ തന്നെ പറയുന്നത് സന്തോഷമുള്ളവരും സ്തോത്രം ചെയ്തെന്നാണ് പറയുന്നത്. അത് തന്നെ തിയോളജിക്കലി കറക്റ്റ് അല്ല. കാരണം സന്തോഷമുള്ളവനും ഇല്ലാത്തവനും പറയേണ്ടതാണ് ഈ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ പറയേണ്ടതാ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 34-ാം സങ്കീർത്തനത്തിൽ സന്തോഷ സമയമല്ല, ഭയപ്പെട്ട് ഓടുകയാണ് ഒരുത്തൻ. ഭയപ്പെട്ട് വെല്ലുവിളിയുടെ മുമ്പിൽ ഓടുന്ന ഒരുത്തൻ പറയുക, ഞാൻ എല്ലാ കാര്യവും വാഴ്ത്തും. മുന്തിരവള്ളി പൂത്തില്ലെങ്കിലും മാതൃതാര കായ്ച്ചില്ലെങ്കിലും അത്തി തളർത്തില്ലെങ്കിലും ഞാൻ നിന്നെ സ്തുതിക്കുമെന്ന് ഒരുത്തൻ പറഞ്ഞത് സൗഭാഗ്യത്തിന്റെ കാലത്തല്ല. അവൻ പറഞ്ഞത് എപ്പോഴെന്നറിയാമോ? അസൗകര്യങ്ങളുടെ നടുവില്. അതുകൊണ്ട് ആർപ്പിടാൻ അത്തി തളർക്കേണ്ട ആവശ്യമില്ല. സ്വപ്നം പറയാൻ മുന്തിരവള്ളി തളർക്കേണ്ട ആവശ്യമില്ല. മുന്തിരവള്ളി തളർത്തില്ലെങ്കിലും അത്തി തളർത്തില്ലെങ്കിലും പശുക്കൾ ചത്തുപോയാലും ആട്ടുംകൂട്ടങ്ങൾ പാല് തന്നില്ലെങ്കിലും ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കണം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാൻ പ്രേരിപ്പിക്കുന്നത് ദൈവം ആരാണെന്നുള്ള വെളിപ്പാടിൽ നിന്നാണ്. അത് ഭൗതികതയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അത്യാഴത്തില്ലെങ്കിൽ വിഷയമില്ല, പശു മുഴുവൻ പാല് തന്നില്ലെങ്കിൽ വിഷയമല്ല, സകല നന്മകളും ചുരത്തുന്നവൻ യഹോവയാണ്. ഈ റെവലേഷൻ ഉള്ളവന് പശു പാല് ഉയർത്തണ്ട, പിടിയിട്ട് കാണും. പ്രൈസലോ, ആ നന്മ സകലവും നിറയ്ക്കുന്നവൻ്റെ നിറവ് യഹോവയാണെന്നുള്ള റെവലേഷൻ ഉള്ളിലുള്ളവന് ആട് പാല് തരേണ്ട ആവശ്യമില്ല, സകലവും നൽകുന്നവൻ യഹോവയാണ്. എൽഷഡായ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. എൽഷഡായ്, ഷാഡ് എന്ന് പറഞ്ഞ ഭ്രഷ്ട എന്നാണ്, പാലൂട്ടി വളർത്തുന്നവന് തന്നെ. ഈ വെളിപ്പാടൊക്കെ ഉള്ളവന് പശു പാല് തരേണ്ട, സ്വതന്ത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. യഹോവയെക്കുറിച്ചുള്ള, ക്രിസ്തുവിനെക്കുറിച്ചുള്ള, ദൈവത്തെക്കുറിച്ചുള്ള തീവ്രമായ വെളിപ്പാട് ഇന്ന് രാത്രി നമുക്കൊന്ന് ഉണ്ടാകട്ടെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇയ്യോബിന്റെ പ്രതിസന്ധിയോട് കടന്നുപോയപ്പോൾ 10 മക്കൾ മരിച്ചപ്പോഴും 5000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകടയും എല്ലാം നഷ്ടപ്പെട്ട് അവൻ്റെ അതിര് മാറ്റി അവൻ്റെ വേര് പൊളിച്ചു കളഞ്ഞിട്ടും അവൻ പറയുന്ന അവനെ കൊന്നാലും അവനായി കാത്തിരിക്കും. അസൗകര്യങ്ങളുടെ നടുവിൽ ഈ ദൈവത്തെ സ്തുതിക്കണം. സൗകര്യങ്ങളുടെ നടുവിലല്ല, സമൃദ്ധിയുടെ നടുവിലല്ല, മക്കളെ കിട്ടിയപ്പോഴല്ല, മക്കളെ തിരിച്ചെടുത്തപ്പോൾ, സമ്പത്ത് തിരിച്ചെടുത്തപ്പോൾ. അതുകൊണ്ട് സ്പിരിച്വാലിറ്റിയുടെ അടിസ്ഥാനം സമ്പത്തല്ല, മക്കളല്ല, വേലിയല്ല, കുടുംബമല്ല, ഭാര്യയല്ല, ഒന്നുമല്ല. ഭാര്യ തള്ളിപ്പറഞ്ഞു, മക്കളില്ല, ദൈവം എല്ലാവരും തള്ളിപ്പറഞ്ഞു. 38-ാം അധ്യായം വരെ ദൈവം പോലും ഇടപെടുന്നില്ല. ദൈവം പോലും ഇടപെടുന്ന ക്ലൈമാക്സിലാണ്. 38-ാമത്തെ ചാപ്റ്ററിലാണ് ദൈവം പോലും ഒറ്റപ്പെടുത്ത രാത്രിയിൽ, ദൈവത്തിൻ്റെ ഇടപെടൽ പോലും ഇല്ലാത്ത രാത്രിയിൽ എങ്ങനെ ഒരുത്തർ സ്വതന്ത്രം കഴിയാൻ കഴിയും? അതിന് കഴിയണമെങ്കിൽ ഒറ്റ വെളിപ്പാട്, അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. ഐ നോ മൈ റെഡീമർ. ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനെ അറിയുന്നു. അവൻ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. അവനെ ഞാൻ മുഖാമുഖം കാണും. ഇന്ന് രാത്രി ആ വെളിപ്പാടുള്ളവർ കർത്താവിനെ ആരാധിച്ചാട്ടെ. യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, തീവ്രമായ വെളിപ്പാട് ഇന്ന് രാത്രി ഒന്ന് മതിക്കട്ടെ. രോഗമുണ്ടാകാം, കടഭാരമുണ്ടാകാം, താഴ്ചയാകാം, ശരീരത്തിൽ ക്ഷീണം കാണും, പക്ഷേ എനിക്കത് വിഷയമല്ല. യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. ഹല്ലേലൂയ. 1-ാം അധ്യായം 12 മുതൽ, ഫിലിപ്പിയർ 1:12 മുതൽ 19 വരെ നിങ്ങൾ നോക്കിക്കേ. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അപൂർത്തി കാരണമായി. ഈ അറസ്റ്റ്, ഈ ചങ്ങല, ഈ ജയിൽ, ഈ പീഡനം നഷ്ടമല്ല, അതിൻ്റെ ഗുണമാണെന്ന്. നമ്മൾ ഇതിരിക്കുന്നതിന് ഓപ്പോസിറ്റാണ് പറയുന്നത്. 13-ാം വാക്യമുണ്ട്, എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാണ്. അത് വ്യാഖ്യാനിക്കാൻ പോയാൽ നമ്മളിന്ന് പിണങ്ങിപ്പിരിയും. നിങ്ങളുടെ ഹെർമനോട്ടിക്സ് അല്ല എൻ്റെ. ഈ ബന്ധനം ക്രിസ്തു നിമിത്തമാണ്. നമ്മൾ ബന്ധനം സാത്താനാണെന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതാൻ പറഞ്ഞത് നമ്മുടെ രണ്ടുപേരുടെ ഹെർമനോട്ടിക്സ് വ്യത്യാസം ഉണ്ടെന്ന്. നമ്മളെ ഈ ലേഖനം എഴുതെങ്കിൽ 13-ാം വാക്യം അങ്ങനെ എഴുതും, ഈ ബന്ധനങ്ങൾ റോമ സാമ്രാജ്യത്തിൻ്റെ പോരും അതിൻ്റെ പോരാട്ടമാണെന്ന് എഴുതും. സ്തോത്രം. ഇത് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ, ഈ ബന്ധന ക്രിസ്തു നിമിത്തമാണ്. അതാണ് കാഴ്ചപ്പാട്. ഇവിടെ എനിക്ക് വിഷയമല്ല സാമ്രാജ്യത്വം, ഭരണകൂടം, ഇതൊന്നും വിഷയമല്ല. അത് പറയാണ്, ഈ അറസ്റ്റും ചങ്ങലയും ജയിലും പീഡനവും ഒന്നും നഷ്ടമല്ല, ഗുണമാണ്. ഞാൻ ഇവിടെ വന്നത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധി കാരണമായി. എന്താ കാരണം? പ്രൈറ്റോറിയൻ എന്ന് പറഞ്ഞാൽ അകമ്പടിപ്പെട്ടാള ഒരു സൈനിക വ്യൂഹമാണ്. ഇവർ ഷിഫ്റ്റ് അനുസരിച്ച് ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ ഞാൻ പരസ്യയോഗം തുടങ്ങും. സ്വതന്ത്രം പറഞ്ഞാട്ടെ, അകത്ത് വന്ന നഷ്ടമല്ലെന്ന്. പട്ടാളക്കാർ സുവിശേഷം കേൾക്കാൻ ഈ ജയില് കാരണമായെന്ന്. പട്ടാളക്കാർ യേശുവിനെ അറിയാൻ ജയില് കാരണമായി. നിന്റെ വീട്ടിൽ സംഭവിച്ചത് നഷ്ടമല്ല, നിന്റെ വീട്ടിൽ സംഭവിച്ചത് ജീവിതത്തിൽ നഷ്ടമാണ്. നീ ചിന്തിക്കരുത്. അതിൻ്റെ പിന്നിലൊരു ദൈവിക ഉദ്ദേശമുണ്ട്, അതിൻ്റെ പിന്നിലൊരു ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് നഷ്ടത്തിനല്ല, അവമാനത്തിനല്ല, അത് നെഗറ്റീവല്ല. ഇന്ന് രാത്രിയിൽ വചനം പറയുന്നു, അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അറസ്റ്റിന്റെ പിന്നിൽ, ആ ചങ്ങലയ്ക്ക് പിന്നിൽ, ആ ജയിലിന്റെ പിന്നിൽ, ആ പീഡനത്തിന് പിന്നിൽ ഒരു പ്രത്യേകമായ ഒരു പർപ്പസ് ദൈവത്തിനുണ്ട്. എന്താ പർപ്പസ്? പട്ടാളക്കാർ ഷിഫ്റ്റ്, അവരങ്ങ് മാറിക്കഴിഞ്ഞാൽ അടുത്ത ടീം വരും, അവരോട് സുവിശേഷം പറയും. ആണ്ടോ, ജയിൽ മിനിസ്റ്ററി ഇപ്പം സാമ്രാജ്യത്തെ വിചാരിച്ചു ഇവനെ പിടിച്ചകത്തിട്ടാ എല്ലാം തീരുമെന്ന്. പക്ഷേ എന്ത് സംഭവിച്ചു? പട്ടാളം സുവിശേഷം കേട്ടു, അകമ്പടി പട്ടാളം സുവിശേഷം കേട്ടു, സൈനിക വ്യൂഹം സുവിശേഷം കേൾക്കാൻ ജയിലിൽ വന്നത് ഗുണമായി. നമ്പർ 2, 4:22 നോക്കിക്കേ. കത്തെഴുതി അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? സീസറിന്റെ ഭവനക്കാർ നിന്നെ വന്ദനം ചെയ്യുന്നു. ജയിലിൽ പിടിച്ചിട്ട കൈസറിന്റെ അരമനയിൽ ഇപ്പം ബുധനാഴ്ച ബൈസ്റ്റഡിയാ. നല്ലൊരു സ്വതന്ത്രം പറഞ്ഞേ.
മനസ്സിലായില്ലേ പറയുന്നത്? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടാ സ്തോത്രം. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ വൈഫ് ആദ്യം ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങൾ പറഞ്ഞത് അവർക്ക് മനസ്സിലായോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞ് മനസ്സിലായോ എന്നറിയാനാ. ഞാൻ ചോദിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോ, എന്നാൽ അവർക്ക് മനസ്സിലാകുന്നു. സ്തോത്രം. അതോട് വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവരെ, ജയിലിൽ പിടിച്ചിട്ടവൻ്റെ വീട്ടിൽ ഇപ്പൊ യോഗവാ. മനസ്സിലായോ? സഭയെ പീഡിപ്പിച്ചാൽ, സഭയെ എതിർത്താൽ സഭയെ ഒലിച്ചു പോകുമെന്നാണ് നീ ചിന്തിക്കുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ്. ഇന്ന് രാത്രി പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കത്തില്ല. ദൈവസഭയ്ക്ക് ഒന്നും സംഭവിക്കത്തില്ല. ദൈവസഭയെ തകർക്കാൻ കഴിഞ്ഞ നൂറ്റാണ്ടുകളായി സാമ്രാജ്യത്വം ഭരണകൂടം ശ്രമിച്ചിട്ടുണ്ട്. സഭ ദൈവത്തിൻ്റെതാണ്, ഇത് മനുഷ്യൻ പണിതല്ല കേട്ടോ. അതുകൊണ്ട് വ്യക്തമായി പറയുകയാണ്, കൈസറിന്റെ അരമനയിലുള്ളവർ വചനം കേട്ടു. ജയിലിൽ വന്നതിന് ഗുണമെന്നറിയാമോ? ജയിലിൽ പിടിച്ചിട്ടവന്റെ പോരയ്ക്കകത്തേക്ക് സുവിശേഷം പെനിട്രേറ്റ് ചെയ്തു. ഞങ്ങളെ അടിച്ചാൽ നിന്റെ അമ്മയെ ഞങ്ങൾ സ്ഥാനപ്പെടുത്തും, ഞങ്ങളെ ആരെയത്തിൽ കല്ലെറിഞ്ഞാൽ നിന്റെ വീട്ടിൽ ഞങ്ങൾ ബൈസ്റ്റഡി നടത്തും. ക്രൈസ്തവരുടെ സ്തോത്രം. അതുകൊണ്ട് പറയട്ടെ, പ്രതിസന്ധിക്കോ പ്രതികൂലത്തിനോ കേസിനോ വഴക്കിനോ സ്റ്റേയ്ക്കോ ഒന്നിനും സഭയെ പകർക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കത്തില്ല. നീറോയും മാർക്കസും ട്രാജനും ഡൊമീഷ്യനും ഡയോക്ലീഷ്യനും വെസ്പേഷ്യനും വലേറിയനും സാമ്രാജ്യത്വങ്ങളാകുന്നു നോക്കി. സാമ്രാജ്യത്വ ഭരണകൂടത്തിന്റെ അവിടെയെല്ലാം തൂക്കുമരങ്ങളിൽ സഭ ഊഞ്ഞാലാടി, രഥയക്കരങ്ങൾ അവരെ ചവിട്ടിയരച്ചു. എന്നാൽ നൂറ്റാണ്ടുകൾ പിന്നിട്ട് സഭ ഇന്നും ലോകത്തിന്റെ 5 വൻകരകളിൽ നിൽക്കുന്നു. കാരണം ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കത്തില്ല. ദൈവസഭയോട് കളിച്ചാൽ നീ പണി വാങ്ങിക്കും. പ്രൈസ് ദി ലോർഡ്. അതാ സഭ. 11 ചെറുപ്പക്കാർ കടപ്പുറത്ത് മീൻ പിടിച്ചുകൊണ്ട് കടന്ന 11 ചെറുപ്പക്കാരുണ്ടല്ലോ. അപ്പോസ്തലർ 4 പറയുന്നത് അൺട്രെയിൻഡ് ആൻഡ് അൺസിവിലൈസ്ഡ്, പഠിപ്പില്ലാത്തവർ, നാഗരികതയില്ലാത്ത, സംസ്കാരമില്ലാത്ത, ബിരുദമില്ലാത്ത, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത 10-11 ചെറുപ്പക്കാർ. മീൻപിടുത്തം മാത്രം അറിയാം. അവരെ കൊണ്ട് പണിത സ്ഥാപനമാണിത്, പ്രസ്ഥാനമാണിത്. അവർക്ക് സ്വന്തമായൊരു ലെറ്റർ പാഡ് പോലുമില്ല, സ്വന്തമായൊരു സീലില്ല, സ്വന്തമായി ലാൻഡില്ല, സ്വന്തമായി ന്യൂ ടെസ്റ്റ്മെന്റ് പോലും ഇല്ലായിരുന്നു. അങ്ങനെ തുടങ്ങിയവന്റെ സഭ ഇന്ന് ലോകത്തിന്റെ 5 വൻകരകളിലും കെട്ടടിച്ചു വിട്ട കൊടുങ്കാറ്റ് പോലെ സഭ ഇന്ന് കത്തി പടർന്നെങ്കിൽ ദൈവസഭയെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അങ്ങനാണ് എന്നെ ഇത് തകർന്നു പോയനും കേട്ടോ. അങ്ങനാണ് എന്നെ നീ തകർന്നു പോയനും. ഇതിന്മേൽ ആഞ്ഞടിച്ച സകല കൂടത്തിന്റെയും വായ്ത്തല തകർന്നതല്ലാതെ അടകലിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അതാ സുവിശേഷം. അതുകൊണ്ട് ജയിലിൽ വന്നുകൊണ്ട് നഷ്ടമല്ല, ജയിലിൽ പിടിച്ചിട്ടവന്റെ പെരയ്ക്കകത്ത് ഞങ്ങൾ യോഗം നടത്തും. സ്തോത്രം. അവസാനം പറയുന്നു, സീസറിന്റെ അരമനക്കാർ നിന്നെ വന്ദനം ചെയ്യുന്നു. ഇന്ത്യയെ കൈസർമാർ. മത്തായി എന്ന് പേരുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാരുടെ പേരല്ല നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടും. അന്ത്രയോസ് നമ്മുടെ മക്കൾക്ക് പേരുണ്ട്. ആൻഡ്രു, നഥനയേൽ, മത്തായി, പീറ്റർ, ജോൺ എന്നൊക്കെ പേരുണ്ട്. ഏതെങ്കിലും കൈസർമാരുടെ പേരിട്ടുണ്ടോ? ഞങ്ങൾക്ക് പണ്ടൊരു പട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ കൈസർ എന്നാ പേര്. കൈസറിൻ്റെ പേര് പട്ടിക്കും, അന്ത്രയോസിൻ്റെ പേര് നമ്മുടെ മക്കൾക്ക് വിടും. അതാ സുവിശേഷം. നീ കേട്ടോണം. സഭയ്ക്കെതിരെ കളിക്കുന്ന നീ കേട്ടോണം. കൈസറിൻ്റെ പേര് നമ്മുടെ നായിക്കിടും, അന്ത്രയോസിന്റെയും പത്രോസിന്റെ പേര് നമ്മുടെ മക്കൾക്കിടും. അതാണ് സഭയുടെ ചരിത്രമെന്ന് ഇന്ന് രാത്രി നീ മനസ്സിലാക്കിക്കോണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈ സഭ. 85-ാമത്തെ വയസ്സിൽ പോളികാർപ്പിനെ കൊണ്ടു നിർത്തി യേശുവിനെ തള്ളിപ്പറ. കഴിഞ്ഞ 85 വർഷവും എനിക്കൊരു ദോഷവും ചെയ്യാത്ത യേശുവിനെ ഞാൻ എന്തിനു തള്ളിപ്പറയണം? ആ പോളികാർപ്പിനെ അവർ കൊന്നുകളഞ്ഞു. 85-ാമത്തെ വയസ്സിലും യേശുവിനെ ഏറ്റുപറഞ്ഞ് രക്തസാക്ഷിയായ പോളികാർപ്പിന്റെ സഭയാണിത്. ഉറക്കം തൂങ്ങിയുടെ സഭയല്ല ഇത്. സ്വോത്രം പറയാത്തവന്റെ സഭയല്ല ഇത്. അലസന്റെ ഉദാസീനയുടെ സഭയല്ല ഇത്. 85-ാമത്തെ വയസ്സിലും യേശുവിനെ ഏറ്റുപറഞ്ഞ് രക്തസാക്ഷിയായ സ്മുർന്നയിലെ ബിഷപ്പ് പോളികാർപ്പിന്റെ സഭയാണിത്. വന്നിട്ട് ഒരു നല്ല ഗുണമുള്ള സ്വോത്രം പറയാത്തൊരു കേട്ടോണം, പുഷ്ടിയുള്ള ഒരു സ്വോത്രം പറയാത്തൊരു കേട്ടോണം. സിറിൽ എന്ന് പറയുന്നൊരു കുഞ്ഞിനെ കൊണ്ട് നിർത്തിയിരിക്കുക. 12 വയസ്സുള്ളൂ. അവനെ കൊല്ലാൻ, വെട്ടിക്കൊല്ലാൻ കൊണ്ടു നിർത്തി. അവനിങ്ങനെ നിൽക്കുക. അവനെ കൊല്ലാൻ ഇപ്പം താമസിച്ചു. അവൻ ചോദിക്കും, എന്തിനാ വൈകുന്നത് കൊല്ലാൻ? വേഗം എന്നെ കൊല്ല്, എനിക്ക് യേശുപ്പച്ചൻ്റെ അടുത്തോട്ട് പോകണം. ആ 12കാരൻ്റെ സഭയെ നിന്റെ ഒരു വേരട്ടിൽ നടക്കത്തില്ല.
ആ 12കാരന്റെ സഭയാണിത്, സിറിലിന്റെ സഭയാണിത്, ഗ്രഹാം സ്റ്റേറ്റ്സിന്റെ സഭയാണിത്, തീമോത്തിയുടെ സഭയാണിത്, ഫാദർ കൈറോന്റെ സഭയാണിത്, ഇത് സിസ്റ്റർ മറിയയുടെ സഭയാണിത്, രക്തസാക്ഷികളുടെ സഭയാണിത്. ഇതിനെ തകർക്കാൻ നിന്റെ ഒരു വേരട്ട് കൊണ്ടും പറ്റത്തില്ല. ഹല്ലേലൂയ. അത് പറയാനാ ഞാൻ ഇന്ന് വന്നത്. ആ നിന്നോട് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഇന്ന് രാത്രി വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവര്, സുവിശേഷം നിമിത്തം ഞാൻ ജയിലിൽ വന്ന് എനിക്ക് നഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവസഭ ഇന്ന് ലോകത്തിലെ 60 രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുക. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കണം. ഓപ്പൺ ഡോഴ്സ്, നമ്മുടെ പെർസിക്യൂഷൻ്റെ കഥ പറയുന്ന സംഘടനയുടെ പേരാണ് ഓപ്പൺ ഡോഴ്സ്. 60 രാജ്യങ്ങളിൽ, ഉത്തര കൊറിയയിൽ, ചൈനയിൽ, എറിട്രയിൽ, നൈജീരിയയിൽ, ഇറാനിൽ, പാകിസ്ഥാൻ, ഇന്ത്യ 11ാം സ്ഥാനത്ത്. ചുണ്ണാമ്പി കലക്കി കണ്ണിലൊഴിക്കും, കുടിലി കൊണ്ട് നഖം പറിച്ചെടുക്കും, അടകല്ലി തല വെച്ചിട്ട് കൂടം കൊണ്ട് അടിച്ചു പൊട്ടിക്കും, കുതിരയുടെ കാല് കെട്ടിയിട്ട് ശീക്രം ഓടിക്കും, പാറക്കെട്ടുകളിലൂടെ ഈർച്ചവാളകം കൊണ്ട് അറുക്കും, നഖം പറിച്ചെടുക്കും, ഇരുമ്പ് കഴിപ്പിച്ച് ശരീരത്തിൽ വെക്കും, കുടത്തിൽ വെള്ള എലികളെ പട്ടിണി കെട്ടിയ ശേഷം കുടം വയറോട് ചേർച്ച് വെത്ത് കെട്ടും. എലികൾ വയറ് ദൂരം അകത്ത് കയറും, വേറെ ദ്വാരമുണ്ടാക്കി പുറത്തു പോകും. കേട്ടിട്ടുണ്ടോ? ഒരു ചെറിയ ചൂട് സഹിക്കാൻ വയ്യാതിരുന്ന് എളിവരുള്ളൂ നമ്മൾ. ഈ എലി ദൂരം അകത്തോട്ട് കയറിയിട്ട് വേറെ ദ്വാരം ഉണ്ടാക്കി പുറത്തു പോകുമെന്ന് ഞാൻ നാളുകൾ ശവചരിത്രം പഠിപ്പിക്കുന്ന ആളാണ്. സ്തോത്രം. ആ പീഡനത്തിന് നടുവിൽ തള്ളിപ്പറയാത്തവരുടെ സഭയായത്. ഈ സഭയെ നീ ഏതാണ്ടങ്ങ് ചെയ്ത് കളയാമെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഒന്നും നടക്കത്തില്ല. ഇത് ദൈവത്തിൻ്റെ സഭയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവത്തിൻ്റെ സഭയാണ്. ആ സഭയെ ദൈവം വളർത്തും. പ്രൈസ് ദി ലോർഡ്. അകമ്പടി പട്ടാള സുവിശേഷം കേട്ടു. സീസറിന്റെ അരമനയിലുള്ള സുവിശേഷം അറിഞ്ഞു. മൂന്നാമത്തെ ഗുണം എന്നറിയാം, വിത്ത് ഗ്രേറ്റ് കോൺഫിഡൻസ് ആൻഡ് കറേജ്. ഞാൻ ജയിലിൽ വന്നുകൊണ്ട് എൻ്റെ കൂട്ടുകാർക്ക് കോൺഫിഡൻസ് വർദ്ധിച്ചു. ഇവർ വിചാരിച്ച് നമ്മൾ അതോടുകൂടി യോഗം നിർത്തുമെന്ന്. അതോടുകൂടി യോഗം അങ്ങ് നിർത്തുമെന്ന് ചിന്തിച്ചു. ഗോസ്പൽ ടീമിന് റദ്ദാക്കുമെന്ന് ചിന്തിച്ചു. എന്തു പറ്റി? ഞാൻ ജയിലിൽ വന്നുകൊണ്ട് എൻ്റെ കോവർക്കേഴ്സ്, എൻ്റെ സഹോദരന്മാർ ധൈര്യത്തോടെ ഭയം കൂടാതെ പ്രസംഗിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടി. പാസ്റ്റർമാർ ജയിലിൽ പോകുന്നത് കേൾക്കുമ്പോൾ ഞങ്ങളങ്ങ് പേടിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു? ഇല്ല, ഞങ്ങൾക്ക് കോൺഫിഡൻസാണ്. ഇന്ത്യയുടെ ജയിലുകൾ നിറയും കേട്ടോ. ഇന്ന് രാത്രി പറയട്ടെ, വിത്ത് ഗ്രേറ്റ് കോൺഫിഡൻസ് ആൻഡ് കറേജ്. ഇവർക്ക് കോൺഫിഡൻസും കറേജും ധൈര്യവും ആത്മവിശ്വാസം വർദ്ധിച്ചത് എൻ്റെ ജയിലാണ്. ജയിലിൽ വന്നുകൊണ്ട് നഷ്ടമല്ല. ലേഖനങ്ങളിൽ ഏറ്റവും നല്ല 4 ലേഖനം പുറത്തു വന്നു ഈ ജയിലിൽ നിന്ന്. പിടികിട്ടിയോ? പ്രഷ്യസ് ആയത് പുറത്തു വരണമെങ്കിൽ അല്പം വേദനിക്കണം. ഇന്ന് രാത്രി വേദനിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലേഖനങ്ങളുടെ റാണി പുറത്തു വരും. എഫെസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, സ്തോത്രം, ഫിലോമന്റെ ലേഖനം, അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങൾ പുറത്തു വന്നത് ജയിലിൽ നിന്നാണെങ്കിൽ ഈ ജയിൽ കൊണ്ട് നഷ്ടമല്ല, സഭയ്ക്ക് ലാഭമാണ്. പ്രൈസ് ദി ലോർഡ്. വേദനയുടെ കടന്നു പോകുന്നവർ ഇന്ന് രാത്രി ആരെങ്കിലും പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഏറ്റവും വിലപ്പെട്ടത് പുറത്തു വരും കേട്ടോ. ഏറ്റവും വിലപ്പെട്ടത് പുറത്തു വരും, മറന്നു പോകരുത്. അവർ കയ്പ് കുടിച്ച മാറയിൽ നിന്ന് തന്നെയാണ് അവർ മധുരം കുടിച്ചെങ്കിൽ, പ്രിയമുള്ളവരെ പറയട്ടെ, നീ കയ്പ് കുടിച്ച അതേ ഉറവയിൽ നിന്നും അടുത്ത മധുരം കുടിക്കും. വെള്ളറടയിൽ നീ അപമാനിക്കപ്പെട്ടെങ്കിൽ, ചെമ്പൂർ നീ അപമാനിക്കപ്പെട്ടെങ്കിൽ, കാരമൂട് ദേശത്ത് നീ അപമാനിക്കപ്പെട്ടെങ്കിൽ, കള്ളിക്കാട് നീ അപമാനിക്കപ്പെട്ടെങ്കിൽ, അതേ പട്ടണത്തിൽ നിന്റെ തല ഉയർത്തുമെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. ഈ ദേശത്ത് നിന്റെ തല താണെങ്കിൽ, ഈ ദേശത്ത് നീ അപമാനിക്കപ്പെട്ടെങ്കിൽ, ഈ ദേശത്ത് നിന്റെ തല ഉയരും. ഈ ദേശത്ത് ദൈവസഭയെ ദൈവം മാനിക്കും. ദൈവസഭ തല ഉയർത്തും. തിടം പേറ്റിയ ആനയെ പോലെ തല ഉയർത്തി ദേശത്ത് ഈ മണ്ണിൽ ദൈവസഭ നിൽക്കും. കാരണം ഇത് സ്വതന്ത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സംഭവിച്ചത് അപൂർത്തിക്ക് കാരണമായി. എല്ലാവരും ഒന്ന് മനസ്സിൽ പറഞ്ഞ്, എനിക്ക് സംഭവിച്ചത് നഷ്ടത്തിനല്ല. എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തെന്ന് ആൾക്കാർ നമ്മൾ പരസ്പരം പറയും, സ്വയം പുലമ്പും. ഇന്ന് രാത്രി പുലമ്പല് വേണ്ട. സംഭവിച്ചത് നിന്റെ വീടിൻ്റെ ഗുണത്തിന് വേണ്ടിയാണ്. അതിൻ്റെ പിന്നിലൊരു മഹത്വം മറിഞ്ഞിരിപ്പുണ്ട്. അതിൻ്റെ പിന്നിലൊരു പദ്ധതി മറിഞ്ഞിരിപ്പുണ്ട്. അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് അത് പറഞ്ഞത് 13 എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാണ്.
ക്രിസ്തു അനുവദിച്ചില്ലെങ്കിൽ നിനക്ക് ഞങ്ങളെ തൊടാൻ പറ്റില്ല. കൽദയര് കാളയെ പിടിച്ചത്, ശെബായര് കഴുതിയെ പിടിച്ചതും ദൈവം വേലി പൊളിച്ചപ്പോഴാണ്. ദൈവം വേലി പൊളിച്ചില്ലെങ്കിൽ നിനക്ക് തൊടാൻ പറ്റില്ല. ശരീരത്തെ തൊടാൻ വീണ്ടും ഇയ്യോബിനോട് വന്ന് പെർമിഷൻ ചോദിക്കുക. പ്രാണനെ തൊടാൻ പെർമിഷൻ കൊടുത്തില്ല. ദൈവത്തിൻ്റെ പെർമിഷന് വേണ്ടി കാത്തു നിൽക്കുന്ന സാത്താനാണെന്ന് ഓർത്തോണം. പ്രൈസ് ദി ലോർഡ്. പത്രോസെ പലവട്ടം നിന്നെ പാറ്റിക്കളയാൻ എന്നോട് പെർമിഷൻ ചോദിച്ചു. നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ അവന് പെർമിഷൻ കൊടുത്തില്ല. പത്രോസിനെ തൊടാൻ പെർമിഷൻ കൊടുക്കാതിരുന്നതും ഇയ്യോബിന്റെ ശരീരത്തോടെ പെർമിഷൻ കൊടുത്തതുമാണ് ദൈവത്തിന്റെ ശക്തിയും അധികാരവും ദൈവത്തിന്റെ ഹിതമെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, ദൈവം അറിയാതെ ഒരു ചെറുവരല് ഇവിടെ അനങ്ങത്തില്ല. ഒരു കരിയില അനങ്ങണമെങ്കിൽ എൻ്റെ ദൈവം അനുവദിക്കണം. ഗ്ലോറി, എൻ്റെ ദൈവം അനുവദിക്കണം. എൻ്റെ ദൈവം അനുവദിച്ചാലേ നീ ഞങ്ങളെ തൊടും, അല്ലെ അനങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. 3 ഉപകരണങ്ങൾ ദൈവം ഉപയോഗിച്ചു. ഹിസ് ചെയിൻസ്, ചങ്ങല, ഹിസ് ക്രിട്ടിക്സ്, വിമർശകർ. ഈ സമയം നോക്കി സഭയ്ക്കകത്ത് കുറച്ച് വിമർശകരങ്ങ് എഴുന്നേറ്റു. അതാ സഹിക്കാൻ വയ്യാത്തത്. സാമ്രാജ്യത്തിൻ്റെ ബോംബും പീരങ്കിയൊക്കെ സഹിക്കാം, അകത്തു നിന്നുള്ള ഭാരയെ സഹിക്കാൻ വയ്യാത്തത്. ക്രിട്ടിക്സ് വായിച്ചുണ്ടല്ലോ. ശാഠ്യത്താൽ, നാട്യത്താൽ, അസൂയ, പിണക്കം. പൗലോസിൻ്റെ അറസ്റ്റും ജയിലും സഭയ്ക്കകത്ത് ചില ഒരു ഗ്രൂപ്പ് അങ്ങ് വിവാദമാക്കി, പൗലോസിനെതിരെ തിരിച്ചു. പബ്ലിക് യോഗമായതുകൊണ്ട് ഞാൻ കുറച്ച് പറയുന്നില്ല. സ്വതന്ത്രം മുതലെടുക്കാൻ കുറച്ച് ആൾക്കാർ സ്വതന്ത്രം. ഇപ്പം പിന്നെ ഫേക്ക് ഐ ഡി കൊണ്ടിറങ്ങിയിരിക്കുക. നിന്റെ ഭാര്യയെ മക്കളെ ഓർത്താണ് നിന്നെ അറസ്റ്റ് ചെയ്യാത്തത്. അത്രയും പറഞ്ഞു വിടുകയാണ്. പ്രൈസലോ. അല്ലെങ്കിൽ നോൺ ബെയിൽ ഒഫൻസാണ്, ജാമ്യം കിട്ടത്തില്ല. പ്രൈസലോ. നിന്റെ ഭാര്യയുടെ മുഖം കാണുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്താ നിന്നെ പിടിച്ചകത്തിട്ട് അതിനുള്ള സ്വാധീനമൊക്കെ നമുക്കുണ്ട്. ഫേക്ക് ഐ ഡി കൊണ്ടിറങ്ങിയിരിക്കുക. സൈബർ പ്രതികാരങ്ങളാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പണിയും ചെയ്യാത്തവൻ, സോഡിയം വെള്ളത്തിൽ കിടക്കുന്ന 24 hours നമ്മൾ പ്രവർത്തിക്കുന്നത്, പകലും രാത്രിയിലും. പ്രൈസലോ. രാത്രി കൺവെൻഷൻ പ്രസംഗവും പകല് ജനത്തോടൊപ്പമാണ്, സാമൂഹ്യ പ്രവർത്തനമാണ്, അല്ലാതെ ഉള്ള സുരക്ഷാ പ്രവർത്തനമല്ല. 24/7 ടൈം ജനത്തിനിടയിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു പണിയും ചെയ്യാത്തവൻ സന്ധ്യയ്ക്ക് വരയ്ക്കാത്തിരുത്തുകൊണ്ട് ഫേസ്ബുക്കിലെടുത്താണ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ ദൈവം കൈകാര്യം ചെയ്തോളും. അത്താൻ പറയാനെ വിടുകയാണ്. സ്തോത്രം. വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവർ, നിങ്ങൾക്കറിയാം 200 കിലോമീറ്റർ വേണം യാത്ര ഇവിടെ വരാൻ. ഇവിടെ ഒരുത്തരെ തൊട്ടെന്നറിഞ്ഞ് ഞാൻ പറഞ്ഞു ഇവിടെ വരും. 3 ഞാൻ കേസ് എടുത്തു. പേരക്കോണത്തും തുടലിയിലും കാഞ്ഞിരംകുളത്തും കേസ് നടത്തുന്നു. നമ്മൾ വക്കീലിനെ വെച്ച് നടത്തുന്നതാണ്. എന്ത് സമയം എടുക്കും ഞാൻ ഇവിടെ വരാൻ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു സമൂഹത്തെ സ്നേഹിച്ച് അവരോടൊപ്പം നിൽക്കുന്നവരാ. അല്ലാതെ സ്തോത്രം നമ്മൾ പകൽ കിടന്നുറങ്ങുകയും രാത്രി പ്രസംഗിക്കുകയും ചെയ്യുന്നല്ല. എങ്ങനെയാണ് മീൻ വെള്ളത്തിൽ കിടക്കുന്നത് അതുപോലെ ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്നത്. വളരെ വ്യക്തമായി പറയട്ടെ, ഒരു ഗുണവും ഈ സമുദായത്തിൽ ചെയ്യാത്ത നിന്നെ ആർക്ക് വേണം? അത്തം പറഞ്ഞ് പൊളിറ്റിക്സ് അങ്ങ് വിടുകയാണ്. ഇന്ന് രാത്രി പറയട്ടെ പ്രിയമുള്ളവരെ, സ്തോത്രം. 3 ഉപകരണങ്ങൾ. ചങ്ങല ദോഷത്തിനല്ല, ദൈവം എനിക്ക് ഗുണത്തിനായി ഉപയോഗിച്ചു. ക്രിട്ടിക്സ് ഉണ്ടായാലും നമ്മളങ്ങ് കരുത്തരാതുള്ളൂ. നമ്മളെ എതിർക്കാൻ കുറച്ച് പേരുണ്ടെങ്കിൽ നമ്മൾ ഷാർപ്പാകുള്ളൂ. അല്ലേ? നമ്മൾ ഷാർപ്പാകുന്നത് കുറച്ച് അസൂയുള്ളവരും പിണക്കമുള്ളവരും പാര വെക്കുന്നവനൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വിമർശകർ. ഹിസ് ക്രൈസിസ്, ഈ അപകടസന്ധി, ഈ 3 ഉപകരണങ്ങളെ ദൈവം എനിക്ക് അനുകൂലമായി ഉപയോഗിച്ചു. അതുകൊണ്ട് വചനം പ്രസരിക്കും. ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. സ്വതന്ത്രം. എന്താ ഇതൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്നത്? ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം. ക്രിസ്തു കേന്ദ്രീകൃതമായ ഇഹലോക ജീവിതവും പരലോക ജീവിതവും ലാഭമാണ്. ഒരു ഭക്തന് ജീവിതവും മരണവും ഒരുപോലെ ലാഭമാണ്. അതുകൊണ്ട് യേശുവാണ് എൻ്റെ എല്ലാം. അതാ 2-ാം അധ്യായത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. ആ ക്രിസ്തു ആരാ? ദൈവമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ, ദൈവത്തോടുള്ള സമത്വം കടന്നെടുക്കാതെ, ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ, ദൈവിക അധികാരങ്ങളെ പന്നിൽ നിയന്ത്രിച്ചുകൊണ്ട് താണ ലോകത്തേക്ക് ഇറങ്ങി വന്ന് 5 കാര്യങ്ങൾ ഒഴിച്ചു. ഹെവൻലി ഗ്ലോറി, 2 ഇൻഡിപെൻഡന്റ് അതോറിറ്റി, 3 ഡിവൈൻ പ്രൊറഗേറ്റീവ്, തന്റെ സവിശേഷ അധികാരം, തൻ്റെ എറ്റേണൽ റിച്ചസ്, തൻ്റെ സമ്പന്നത, തൻ്റെ മഹത്വം, തൻ്റെ അതോറിറ്റി എല്ലാം പന്നിൽ നിയന്ത്രിച്ച്
പിതാവുമായിട്ടുള്ള ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ഒക്കെ വേണ്ടെന്ന് വെച്ച് എല്ലാ പന്നിപ്പന്നെ കൺട്രോൾ ചെയ്ത് മനുഷ്യനായി ഇറങ്ങി വന്ന് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ് ഇതിനെയെല്ലാം അതിജീവിപ്പാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഗ്ലോറി. ആരാണ് ഈ ക്രിസ്തു? താണ ലോകത്തേക്ക് ഇറങ്ങി വന്ന യേശുവിനെ ഇന്ന് രാത്രി നാട് സ്വീകരിക്കണം. ഈ വെള്ളടയിൽ ചുറ്റുപാടുകളിലെ വീടുകളിലും വീതികളിലുമായി ജംഗ്ഷനിലുമായി ഈ പ്രസംഗം കേൾക്കുന്നവരോട് ഇന്ന് രാത്രി പറയുന്നു, ഈ യേശുവിനെ ഇന്ന് രാത്രി നിങ്ങൾ അംഗീകരിക്കണം. അതാണ് കർത്താവ് യേശു ക്രിസ്തു. അതാണ് യേശു ക്രിസ്തുവിന്റെ ഇൻകാർ. അവിടെ പറഞ്ഞല്ലോ ഭാവം പറയുന്നല്ലോ. യേശുവിനുള്ള ഭാവം ഏതാണെന്നറിയാമോ? ഇൻകാർണേഷനിൽ വെളിപ്പെട്ട താഴ്മ. ദൈവം മനുഷ്യനായൊരു ഭാവമുണ്ട്. ദൈവം മനുഷ്യനായ ഭാവം ഹ്യൂമിലിയേഷനാണ്, താഴ്ചയാണ്. അതുകൊണ്ട് ഇൻകാർണേഷനിൽ വെളിപ്പെട്ട ഭാവം സഭയ്ക്ക് ഉണ്ടാകണം. ദൈവത്തെ വെളിപ്പെടുത്താനല്ല വന്നത്, മനുഷ്യത്വം വെളിപ്പെടുത്താനാണ് വന്നത്. പ്രിയട്ടിയോ, സമ്പൂർണ്ണ മനുഷ്യനായി എങ്ങനെ ജീവിക്കാം എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിനെ കുറിച്ച് ആ 2-ാം അധ്യായം പറയുന്നത് സകല നാമത്തിനും മേലായ നാമം. സ്തോത്രം. ആരുടെ നാമമാ? യേശുവിൻ്റെ നാമം. അനുസരിച്ച പുത്രനെ അപ്രൂവ് ചെയ്ത് ഏറ്റവും ഉയർത്തി, ഹൈലി എക്സാൾട്ടഡ് പൊസിഷൻ, അത്യന്തമീത ഉയർത്തി. പർപ്പസ് എന്തിനു വേണ്ടി? എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ഏറ്റുപാടും യേശു മാത്രം കർത്താവ്. സ്വർലോകരുടെ എന്ന് പറഞ്ഞാൽ ഹോളി ഏഞ്ചൽസ് ആൻഡ് ഹോളി സെയിൻസ്, അധോലോകരുടെ നഷ്ടപ്പെട്ട മനുഷ്യവർഗം, പാതാളം, അവിടെയെല്ലാം ദുഷ്ടലോകം, ഭൂലോകർ, മനുഷ്യലോകം, ഈ 3 ലോകം ഒരുപോലെ ഏറ്റുപറയും യേശു മാത്രം കർത്താവ്. ഈ 3 ലോകം ഏറ്റുപറയുന്നൊരു നാമം യേശുവിന്റെ മാത്രം. യേശു കർത്താവാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഖ്യാപനം. കേട്ടോ, ഈ 3 രാത്രിയിൽ ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയുന്നു, യേശു മാത്രം കർത്താവ്. അത് ഞങ്ങളുടെ സഭയുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. കുറിയോസ്, ക്രിസ്റ്റോസ് 719 പ്രാവശ്യം ന്യൂ ടെസ്റ്റമെന്റ് പറയുന്നുണ്ട് പുതിയ നിയമത്തിൽ. അത് ആവർത്തനം 6:4 പറയത്തില്ലേ? ക്ഷേമ പ്രഖ്യാപനം. ഇസ്രായേലിയെ കേൾക്ക, യഹോവ ഏകൻ തന്നെ. അത് തന്നെയാ പൗലോസ് പറഞ്ഞത്, യേശു ക്രിസ്തു മാത്രം ഏക കർത്താവ്. സ്തോത്രം. അത് സഭ ഉയർത്തി പറഞ്ഞത് 3 കോണ്ടസ്റ്റിൽ, 3 സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടസ്റ്റിൽ, 3 രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ്, സാമൂഹിക പശ്ചാത്തലത്തിലാണ് യേശു മാത്രം കർത്താവെന്ന് സഭ ഏറ്റു പറഞ്ഞത്. 1 പേഴ്സിക്യൂഷൻ, പീഡന സമയത്ത്, 2 ബാപ്റ്റിസം, സ്നാന സമയത്ത്, 3 വർഷിപ്പ്, ആരാധന സമയത്ത്. പഠിച്ചോണം. യേശു കർത്താവാണെന്ന് സഭ ഏറ്റു പറഞ്ഞു. പീഡനം വന്നപ്പോൾ അപ്പോസ്തലർ 4 പിടിച്ചു നിർത്തിയിട്ട് അടിച്ചു ചാട്ടമാറണം. മേലെ പ്രസംഗിക്കരുത്, യേശു മാത്രം കർത്താവാണ്. നിങ്ങൾ സൗരയൂഥം പ്രസംഗിച്ചോ, ആഗോളവൽക്കരണം പ്രസംഗിച്ചോ, സയൻസ് പ്രസംഗിച്ചോ, കമ്പ്യൂട്ടറിനെ കുറിച്ച് പറഞ്ഞോ, പക്ഷേ യേശു മാത്രം കർത്താവാണെന്ന് പറയല്ലേ. സ്വതന്ത്രം പറഞ്ഞാട്ടെ. മനസ്സിലായില്ല? മനസ്സിലായി. സ്വതന്ത്രം. വേറെ എന്തോ പറഞ്ഞാലും സാത്താന് കുഴപ്പമില്ല, പക്ഷേ യേശു മാത്രം കർത്താവെന്ന് പറയരുത്. ദൈവം എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല, അതിനകത്തൊരു ദൈവശാസ്ത്ര പ്രശ്നമുണ്ട്. തിയോസെൻട്രിക്, ഏത് ദൈവമാകാം എന്ന് വ്യാഖ്യാനിക്കാം. തിയോസെൻട്രിക് ആണെങ്കിലും പ്രശ്നമില്ല, പക്ഷേ ക്രിസ്റ്റോസെൻട്രിക് ആയ പ്രശ്നം. യേശു മാത്രം കർത്താവ് എന്ന് പറഞ്ഞാൽ പ്രശ്നം. അതുകൊണ്ട് അവരെ അടിച്ചിട്ട് പറഞ്ഞു, മേലാൽ യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കരുത്. ശരിയാ, ഞങ്ങൾ 3 മാസത്തേക്ക് എനിക്ക് ഹോസ്പിറ്റലും ഇല്ലെന്ന് പറഞ്ഞല്ല പോയത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. 4:12. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതും പ്രസംഗിക്കും. ഞങ്ങൾ കണ്ടതും കേട്ടതും പറയും. ഇത് അമ്മൂമ്മ കഥയല്ല. ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ് രോഗി സൗഖ്യമാകുന്നത്, കുഷ്ഠരോഗി ശുദ്ധനാകുന്നത്, അമ്മായി അമ്മയുടെ പനി മാറുന്നത്, പടക് നിറച്ച് മീൻ നിറഞ്ഞത്, മോശ മേലെയാവ് സംഭാഷിക്കുന്നത്, അവ വെള്ളത്തിന് മീതെ നടക്കുന്നത്, മരിച്ചവർ ഉയർക്കുന്നത്. ഇത് മിത്തല്ല, ലെജൻഡ് അല്ല, അമ്മുമ്മ കഥയല്ല. ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികൾ. ഞങ്ങളുടെ വീട്ടിൽ രോഗശാന്തി നടക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സൗഖ്യമാകുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ വീട്ടിൽ മദ്യപാനം മാറുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അനുഭവസ്ഥരാണ്.
നിങ്ങൾ ചങ്കച്ചുളെ പോയി ചോദിക്കേ, പോലീസ് പോലും പോകാൻ മടിയുള്ള ആ സ്ഥലത്ത് 20 സഭയുണ്ട്. പ്രശാന്ത് ലോകമറിയുന്ന പ്രസംഗകനാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്ന പ്രശാന്ത് എങ്ങനെയാ ചങ്കച്ചൂള മാറിയത്? പോലീസ് അല്ല മാറ്റിയത്, ലോക്കപ്പല്ല മാറ്റിയത്, സുവിശേഷമാണ്. ഇത് ഞങ്ങളുടെ അനുഭവമാണ് കേട്ടോ, ഇത് ഞങ്ങളുടെ അനുഭവമാണ്. പീഡന സമയത്ത് പ്രസംഗിക്കരുത് പറഞ്ഞു, അവർ ഉയർത്തി പറഞ്ഞു യേശു മാത്രം കർത്താവ്. ഭരണകൂട ഭീകരരുടെ മുമ്പിൽ ഫാസിസം മതനിരപേക്ഷതയുടെ നെഞ്ചിലൂടെ തേരോട്ടം നടത്തുന്ന ഈ ലോകത്ത് ഉറക്ക സഭ പറയണം യേശു മാത്രം കർത്താവ്. അടുത്തത് അവർ പറഞ്ഞ സ്നാന സമയത്താണ് യേശു മാത്രം കർത്താവ്. നീ വിശ്വസിക്കുന്നു കർത്താവിൽ? അതെ, എന്നാൽ സ്നാനപ്പെടണം. 3 വർഷിപ്പ്, അതാണ് ഫിലിപ്പിയർ 2:11, യേശു മാത്രം കർത്താവ്. അതാണ് ഞാൻ വെളിപ്പാട് 4-5 വർഷിപ്പ് പറഞ്ഞത്. വെളിപ്പാട് 4-5 രക്തത്തിൽ അങ്കിമുക്കി നിൽക്കുന്ന യേശുവാണ് വിഷയം. ഇന്ന് രാത്രിയിൽ നമ്മുടെ ആരാധന വിഷയം രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ക്രിസ്തുവാണ്, വീണ്ടെടുപ്പുകാരനാണ്, സാൽവേഷനാണ്, യേശു മാത്രം കർത്താവ്. അതിനകത്തൊരു പ്രശ്നമുണ്ട്. ആ പദനിഷ്പത്തിയിൽ, പദാവലിയിൽ ഒരു പ്രശ്നമുണ്ട്. എന്ന് പറഞ്ഞാൽ കൂറിയോസ് എന്ന വാക്ക് ആർക്കും ഉപയോഗിക്കാം. കൈസർമാർ ഉപയോഗിച്ചത് കൂറിയോസ് എന്ന വാക്കാണ്. കൈസർമാർ വിളംബരം ചെയ്യുന്നത് നിങ്ങളുടെ കർത്താവും രക്ഷിതമായ നീറോ ഇങ്ങനെ വിളംബരം ചെയ്യുന്നു. നമ്മൾ ഭരണകർത്താവ് എന്ന് വിളിക്കുന്നില്ലേ മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് കൂറിയോസ് എന്ന് വിളിക്കാം. ആ വാക്കിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ദൈവശാസ്ത്രപരമായി ഞാനത് ചർച്ചയ്ക്ക് വെക്കുക, ശ്രദ്ധിച്ച് കേട്ടോണം. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെ വിളിക്കാം, നമ്മൾ ഭരണകർത്താവ് എന്ന് പറയും. ലോർഡ് അയ്യപ്പ എന്ന് പറയുന്നുണ്ട്, ലോർഡ് കൃഷ്ണ, ലാൻഡ് ലോർഡ്, കോടതിയെ ലോർഡ് എന്ന് വിളിക്കുന്നുണ്ട്. പിടികിട്ടുന്നുണ്ട് ആ വാക്കിന് പരിമിതി. കൈസർമാരെ കർത്തക്കന്മാരാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ വിളിക്കാം. അതുകൊണ്ടാണ് സാറ അബ്രഹാമിനെ എന്ത് വിളിച്ചത്? അഡോൺ, ഡോണായി, കൂറിയോസ്. അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെ വിളിക്കാം. അടിമയ്ക്ക് ഉടമയെ വിളിക്കാം, ഡൂലോസിന് കൂറിയോസ് എന്ന് ഉടമയെ വിളിക്കാം. ടീച്ചറിനെ സ്റ്റുഡൻസിന് വിളിക്കാം കൂറിയോസ് എന്ന്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് അതൊക്കെ ശരി, അതവിടെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് അനവധി കർത്താക്കന്മാരുണ്ടെങ്കിലും ഞങ്ങൾക്ക് യേശു എന്ന ഏക കർത്താവേ ഉള്ളൂ എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞതിന്റെ കാരണം അതാണ്. ഞങ്ങൾക്ക് യേശു എന്ന ഏക കർത്താവേ ഉള്ളൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞതുകൊണ്ടാണ്. അതാണ് ഫിലിപ്പിന്റെ കൈസരിയിൽ പത്രോസ് പറഞ്ഞത്. യേശു ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ ആരാണ്? എവിടെ വെച്ചാ? ഫിലിപ്പിന്റെ കൈസരിയ. അതിന്റെ പൗരാണിക നാമം ബാലിനാസു. 14 ബാലിന്റെ പൗരാണിക ക്ഷേത്രം അവിടെയുണ്ട്. ചുമ്മാ ചോദിച്ചല്ല, 14 ക്ഷേത്രമുള്ള ഒരു സിറ്റിയിൽ നിന്നുകൊണ്ട് പാൻ എന്ന് പറയുന്ന ഗ്രീക്ക് ദേവന്റെ ടെമ്പിൾ അവിടെയുണ്ട്. ഹേരോദോ പണി കഴിപ്പിച്ച വെള്ളക്കല്ലുള്ള മാർബിളുള്ള ക്ഷേത്രം അവിടെയുണ്ട്. അവിടെ നിന്നുകൊണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് ഞാൻ ആരാണ്? പലരും ഏലിയാവെന്നും യെരമിയാവെന്നും പറയുന്നു. മരിച്ചുപോയ ഏതോ പ്രവാചകർ ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ആരാ? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ക്രൈസ്റ്റ്? അപ്പൊ പറഞ്ഞു, ഇവിടെ 14 ദേവാലയം ഉണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ, പാന്റെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ, ഹേരോദ പണി കഴിപ്പിച്ച വെള്ളക്കല്ലുള്ള മാർബിൾ കൊണ്ടുള്ള ദേവാലയം ഉണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ. ഞങ്ങൾക്ക് അതൊന്നുമല്ല. നീ ഞങ്ങൾക്ക് ബാലിനാസുവല്ല, നീ ഞങ്ങൾക്ക് അശേരയല്ല, ബാലല്ല, പാനല്ല, നീ ഞങ്ങൾക്ക് ഏലിയാവല്ല, ജെരമിയാവല്ല. യു ആർ ദ ക്രൈസ്റ്റ്, യേശു ക്രിസ്തു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഇത് ക്രൈസ്തവ സഭയുടെ പ്രഖ്യാപനമാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പോഴാണ് യേശു സഭയെ കുറിച്ച് പറഞ്ഞത്. ഇച്ചിരി ആവേശം തുടങ്ങിയിരിക്കണം. എനിക്ക് മാത്രം ആവേശം പോരാ. ഡെയിലി പ്രസംഗിക്കുന്ന ആളാണ്. ഡെയിലി അങ്ങ് പ്രസംഗമാണ്, ക്ഷീണോ വയ്ക്കണം. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് കേൾക്കുന്നവർക്കൊരു ആവേശം വേണം. ക്ഷീണമൊക്കെ ഉണ്ട്, ഡയബറ്റീസ്, കോമയ്ക്ക് സാധ്യതയുണ്ട്, ഉറക്കമൊക്കെ വരാൻ സാധ്യതയുണ്ട്. കൂറിയോസ് എന്നൊക്കെ പറയുമ്പോൾ ഉറക്കമൊക്കെ കൂടും. എനിക്കിത് പറയാൻ അറിയാവൂ. സ്വതന്ത്രം പറഞ്ഞാട്ടെ. സ്വതന്ത്രം ഫിലിപ്പിന്റെ കൈസരി വെച്ച് യേശു ആദ്യ സഭയെക്കുറിച്ച് പറയുന്ന എപ്പോഴാണെന്നറിയാവോ? യേശു ആരാണെന്നുള്ള വെളിപ്പാട് എപ്പോഴാണോ അവർക്ക് കിട്ടിയത്, അപ്പോഴാണ് സഭയുടെ വെളിപ്പാട് കൈമാറിയത്. ഇത് ജഡരക്തങ്ങളല്ല കേട്ടോ. യേശു ആരാണെന്നുള്ള വെളിപ്പാട് എപ്പോഴാണോ അവർ പറഞ്ഞത്, അപ്പോഴാ പറഞ്ഞു, ഞാൻ എൻ്റെ സഭ പണിയും. എക്ലീഷ്യ എന്ന് പറയുന്ന ഏതൻസിലെ പാർലമെന്റിന്റെ പേരാ. ഇത് നമ്മൾ വോട്ട് ചെയ്യാൻ പോവാണല്ലോ ഒരാഴ്ചയോടെ കഴിഞ്ഞ്. ആ മോഡേൺ ഡെമോക്രസിയുടെ ആധുനിക ജനാധിപത്യത്തിന്റെ പ്രാക് രൂപ ഏതൻസിലാ. അവിടെ ആദ്യം സഭ തുടങ്ങി. രാജ്യസഭ, ലോകസഭ, ഗ്രാമസഭ, അതാ സഭ. എക്ലീഷ്യ അവിടുത്തെ പാർലമെന്റിന്റെ പേരാ.
ആ വാക്ക നമ്മൾ സഭയ്ക്ക് ഉപയോഗിക്കുന്ന എക്ലീഷ്യ. എപ്പോഴാണെന്നറിയാമോ പ്രിയമുള്ളവരെ? യേശു പറഞ്ഞത്, ഇപ്പോൾ സ്പാർട്ടയില്ല, ഏതൻസില്ല, നാഗരികതയും നഗരോട്ടങ്ങളും തകർന്നടിഞ്ഞു. ഏതൻസിലെ പൊളിറ്റിക്കൽ പോപ്പുലർ പാർലമെന്റ് തകർന്നടിഞ്ഞു. ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഏതൻസിന്റെ പാർലമെന്റ് ഇപ്പോൾ ഇല്ല കേട്ടോ, പക്ഷെ ഞാൻ എന്റെ എക്ലീഷ്യ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. അത് പണിയുന്നത് കല്ലുകൊണ്ടും ഇഷ്ടി കൊണ്ടും മണ്ണ് കൊണ്ടും മിറ്റില് കൊണ്ടും അല്ല അത് പണിയുന്നത്. സിമെന്റ് കൊണ്ടല്ല അത് പണിയുന്നത്. അമേരിക്കൻ ഡോളർ കൊണ്ടല്ല, കുവൈറ്റ് ദിനാർ കൊണ്ടല്ല അത് പണിയുന്നത്. അത് പണിയുന്നത് യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ ഒരുത്തനി വെള്ളറടയിലുണ്ടെങ്കിൽ, ആ വ്യക്തി ഉണ്ടെങ്കിൽ സഭയും പണിയും. ആ ഏറ്റുപറച്ചിലിൽ എവിടെ ഉണ്ടോ അവിടെ പണിയും. അതാ കൺഫെഷൻ, ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത്. അതാ സഭയുടെ പ്രഖ്യാപനം. യേശു കർത്താവ്. രണ്ടാമത് പറഞ്ഞു തോമസാണ്. യേശുവിനെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? മൈ ഗോഡ് ആൻഡ് മൈ ലോർഡ്, എന്റെ കർത്താവ് എന്റെ ദൈവമായുള്ളവേ, ഹോ കുറിയോസ്മൗ കൈ ഹോ തിയോസ്മൗ, എന്റെ കർത്താവ് എന്റെ ദൈവമായുള്ളവേ. യേശുവിനെ ദൈവം എന്ന് വിളിക്കുക. യേശുവിനെ ദൈവം എന്ന് വിളിച്ചിട്ടുണ്ടെന്നാ സക്കീർനായിക്ക് ചോദിക്കുന്നത്. അത് ഇയാൾക്ക് അറിയാത്തതുകൊണ്ടാ. ഡയറക്റ്റ് 9 ഇടത്ത് യേശുവിനെ ഡയറക്റ്റാണ് യേശുവിനെ ദൈവം എന്ന് വിളിക്കുന്നുണ്ട്. ഞാനതിലേക്ക് പോകുന്നില്ല. യെശയ്യാ 9:6 വീരനാം ദൈവം, യോഹന്നാൻ 1:1 വചനം ദൈവം. യോഹന്നാൻ വീണ്ടും പറയുന്നു, ഏകജാതനായ ദൈവം, പുത്രനല്ല, മോണോഗെനോസ് ഹിയോസ് എന്നല്ല, മോണോഗെനോസ് തെയോസ് എന്ന ഏകജാതനായ ദൈവം. ജഡത്തിൽ വചനം ദൈവമായി വെളിപ്പെട്ടു. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്നു സത്യദൈവം, നിത്യജീവനും. തീത്തോസ് ലേഖനം മഹാദൈവം, എബ്രായ ലേഖനം ഓ ഗോഡ് എന്റെ ദൈവമേ. അങ്ങനെ റോമാലേഖനം 9:5 സർവത്തിന് മീതെ ദൈവമായി വാഴ്ത്തപ്പെട്ടവൻ. 9 ഇടത്ത് യേശുവിനെ ഡയറക്റ്റായി ദൈവം എന്ന് വിളിക്കുന്നു. വല്ല വീഡിയോ കണ്ടിട്ട് മതിലിയാടല്ലേ കേട്ടോ. ഇത് രാത്രി വ്യക്തമായി പറയുന്നു, നമ്മുടെ കർത്താവ് ദൈവമാണ്. സഹോദരം, പത്രോസിന്റെ പ്രഖ്യാപനവും തോമസിന്റെ പ്രഖ്യാപനവും ക്രൈസ്തവ സഭയുടെ വിശ്വാസ പ്രമാണമാണ്. ഭൂമിയുടെ നാഥനായ ക്രിസ്തു യേശു മാത്രമേ ഏക കർത്താവ്. അവസാനിപ്പിക്കാം. ഈ വെളിപ്പാട് ഉള്ളിലോട്ട് കയറിയ പൗലോസ് 3-ാം തീയതി പറയുവാണ്, എനിക്ക് യേശുവിനെ മാത്രം മതി. സ്തോത്രം. ഇന്ന് രാത്രി എന്ന് പറഞ്ഞു, എനിക്ക് യേശുവിനെ മാത്രം മതിയെന്ന്. ഈ റെവലേഷൻ, ഈ പരിജ്ഞാനം ഉള്ളിൽ കയറിയ ആൾ പറയാ, നിങ്ങൾ നോക്കി, എൻ്റെ ലൈഫ് ബിഫോർ കൺവേർഷൻ, ലൈഫ് ആഫ്റ്റർ കൺവേർഷൻ, എൻ്റെ മാനസാന്തരത്തിന് മുമ്പുള്ള ജീവിതവും മാനസാന്തരത്തിന് ശേഷമുള്ള ജീവിതവും. ലൈഫ് ബിഫോർ കൺവേർഷൻ, അത് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ലൈഫ് ബിഫോർ കൺവേർഷൻ. നിങ്ങൾ നോക്കും, ഞാൻ ആരാ നിങ്ങൾക്കറിയാമോ? 3-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ എൻ്റെ കാസ്റ്റ് ഐഡൻറ്റിറ്റി, എൻ്റെ ഗോത്ര മഹിമ, എൻ്റെ സാമുദായിക പശ്ചാത്തലം നിങ്ങൾ നോക്കിക്കേ. എൻ്റെ ലെഗസി, പാരമ്പര്യം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. 13-ാമത്തെ വയസ്സിൽ പരിച്ഛേദനയേറ്റ ഇസ്മായിലിൻ്റെ ട്രഡീഷൻ അല്ല എൻ്റെത്. ഉടമ്പടിയുടെ അടയാളം അനുസരിച്ച് 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ ഇസ്ഹാക്കിൻ്റെ പാരമ്പര്യം. എബ്രാഹിം ജനിച്ച എബ്രാഹിം എന്ന് പറഞ്ഞാൽ ഒറിജിനലാണ് ഞാൻ. അടിമത്വം അധിനിവേശം വന്നപ്പോൾ എക്സോഗമി, മതം മാറി കല്യാണം കഴിച്ച മിക്സഡ് മറ്റിറ്റ്യൂഡല്ല, സങ്കരവർഗമല്ല, അപ്പനും അമ്മയും ഹീബ്രുവാണ്. ബ്ലൂ ബ്ലഡഡ് ജൂൻ ഫ്രൈസ് എന്ന് പറഞ്ഞ രക്തനീല നല്ലത് പ്രയോഗമാണ്. ഒറിജിനൽ ഹീബ്രു ആണ് ഞാൻ. അതാണ് എൻ്റെ അർത്ഥം. നിങ്ങൾക്കറിയാമല്ലോ, തീമോഥെയോസിൻ്റെ അപ്പൻ ഗ്രീക്കാണ്, അവരൊന്നും ഒറിജിനൽ അല്ല. നിങ്ങൾ യഹൂദ മതാനുസാരിയായ നിക്കോലോവാസ് എന്ന് വായിച്ചിട്ടില്ലേ? യഹൂദ മതാനുസാരി എന്ന് നിങ്ങൾ ബൈബിളിൽ വായിച്ചാൽ ഓർത്തോണം, അദ്ദേഹം കൺവേർട്ട് ചെയ്ത യഹൂദനാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ പ്രോസ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെലനിസ്റ്റ് ജ്യൂസ് ഉണ്ട്, ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദന്മാരുണ്ട്, മതം മാറിയ പ്രോസ്ലൈറ്റ് ജ്യൂസ് ഉണ്ട്. ഇതൊന്നുമല്ല ഞാൻ ഒറിജിനൽ ഹീബ്രു. ബ്ലഡ് പ്യൂരിറ്റി അവർ. ഞാൻ ഇസ്രായേൽ ജാതിക്കാരൻ, യാക്കോബിൻ്റെ പാരമ്പര്യം, അവൻ ആ പേര് കിട്ടിയത്. ഇതാ എൻ്റെ ജാതി. ബെന്യാമീൻ ഗോത്രം, 12 ഗോത്രങ്ങളിൽ ഏറ്റവും നല്ല റോയൽ ട്രൈബ് ബെന്യാമീൻ ഗോത്രമാണ്. 1-ാമത്തെ രാജാവ് ശൗൽ. ബെന്യാമീൻ, ആ പേര് തന്നെ എൻ്റെ ശൗൽ കേട്ടോ, ആ പേര് തന്നെ. 1-ാമത്തെ രാജാവ് ശൗൽ. യേഹൂദ ബെന്യാമീൻ ഗോത്രം, ശൗല് ബെന്യാമീൻ ഗോത്രം, മൊർദെഖായി ബെന്യാമീൻ ഗോത്രം. ഇഷ്ടഭജ്ഞ റാഹേലിൽ കനാനിൽ ജനിച്ചത് ബെന്യാമീൻ മാത്രം. രാജ്യം 2-ആയി പിളർന്നപ്പോൾ യഹൂദയോട് ചേർന്ന്, ആലയത്തോട് ചേർന്ന് ബെന്യാമീൻ ഗോത്രം കേട്ടോ. വലങ്കയുടെ പുത്രൻ, കടിച്ചു കീർന്ന ചെന്നായി. ആരുമറിയാതെ യോസഫ് 5 ഇരട്ടി കൊടുത്തത് ബെന്യാമീന്. കണ്ണടച്ച് ഇടത് കൈ കൊണ്ട്
ഒരേറെറിഞ്ഞാൽ ഒരു രോമത്തിന് പോലും ഏറ് പിടയ്ക്കാത്ത കവണക്കാരാണ് ബെന്യാമിൻ ഗോത്രം ഒന്ന് ന്യായാധിപ പുസ്തകത്തിലുണ്ട്. ഇത്രയും മതിയോ? ഇതാ എൻ്റെ ഗോത്രം. ഞാൻ പരീശൻ എന്ന് പറഞ്ഞാൽ സദൂക്യരെ പോലെ ഞങ്ങൾ യുക്തിവാദികളല്ല, ഹേരോദിനെ പോലെ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവരല്ല, എരിവുകാരെ പോലെ ഞങ്ങൾ തീവ്രദേശിതയുടെ വക്താക്കളല്ല, ഞങ്ങൾ മതഭക്തരാണ്. പരീശൻ. സ്ത്രീകളെ നോക്കുന്ന പരീശന്മാരുണ്ട്, ബ്ലൈൻഡ് ഫാരസീസ്. കടുകും ജീരകവും പോലും എണ്ണി പള്ളി ദശാംശം കൊടുക്കുന്നവനാണ്. തേങ്ങ എണ്ണ നമുക്ക് പാടാം, അപ്പോഴാണ് ജീരകം എണ്ണുന്ന കാര്യം. ജീരകം എണ്ണി ദശാംശം കൊടുക്കുന്നവൻ്റെ ഭക്തി എന്ന് ഓർത്തേ. സ്വോത്രമൊന്നും പറയണ്ട, ഓർത്താൽ മതി. പറമ്പിലുണ്ടാകുന്ന ചതകുപ്പയ്ക്കും തുളസിക്കും. ഞാൻ വായിച്ചത് ഒരു പരീശന് വീട്ടിലേക്ക് എന്നപ്പോൾ അവൻ കടുക് എണ്ണിക്കൊണ്ടിരിക്കുന്നു. കടുക് എണ്ണാൻ പറ്റുമോ? അതുപോലും എണ്ണി 10 പതാരം കൊടുക്കുന്നവൻ അത്രയ്ക്ക് റിലീജിയസ് ആണ്. അതാണ് ഞാൻ. പരീശനും പരീശൻ്റെ മകനുമാണ്. ഇതാണ് എൻ്റെ പാരമ്പര്യം. ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യൻ എന്ന് പറഞ്ഞാൽ റോഡിൽ വെച്ച് നിങ്ങൾ എന്നെ കണ്ടു ചോദിച്ചാൽ ന്യായപ്രമാണം അനുസരിക്കാനുണ്ടോ ചോദിച്ചാൽ ഇല്ലെന്ന് ഞാൻ പറയും. ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ അനന്യൻ. വ്യംഗ്യാർത്ഥം, വ്യാജാർത്ഥം, നിഗൂഢാർത്ഥം, നിരൂപണാർത്ഥം 4 ചിന്താപീഠം അനുസരിച്ച് തലമുടി നാരിഴകീറി ന്യായപ്രമാണം പഠിക്കുന്നവൻ. ഇതാ ഞാൻ. ഇതാണ് എൻ്റെ പാരമ്പര്യം. ലൈഫ് ബിഫോർ കൺവേർഷൻ. ഈ പാരമ്പര്യം എടുത്ത് ഒരു ത്രാശിൻ്റെ ഈ തട്ടിലോട്ട് വെച്ചു. മറ്റേ തട്ടിലോട്ട് ക്രിസ്തുവിൻ്റെ വെളിപ്പാടും കൂടെ വെച്ചു. കേട്ടോണം. സ്വോത്രം പറയാൻ തയ്യാറായിരുന്നോണം. സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഞാൻ തൂക്കി നോക്കി. അവിടെ ബിസിനസ് വാക്കുകളാണ് ഉപയോഗിക്കുന്നത് മുഴുവൻ. തൂക്കി നോക്കി, വിലയിരുത്തി, പഠിച്ചു നോക്കിയപ്പോൾ ക്രിസ്തുവിനെ വെച്ച തട്ട് താണ് കിടക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത്രയും പറഞ്ഞ ഈ നല്ല പാരമ്പര്യം എല്ലാം വെച്ച് തൂക്കി നോക്കിയപ്പോൾ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഐ കൺസിഡർ റബിഷ്. ഞാൻ ചവറം തണ്ടുന്നു. കാർഗോ കടലിലേക്ക് കപ്പലിൽ നിന്ന് എറിയുന്നത് പോലെ ഞാനിത് വലിച്ചെറിയുകയാണ്. ഇത്രയും പറഞ്ഞ പാരമ്പര്യത്തിൽ അത് വല്ല മോശമുണ്ടോ? ഞാൻ കൊടുന്നില്ല. നല്ല പാരമ്പര്യം. കഞ്ചാവ് കച്ചവടം ഇല്ല, പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്നില്ല. ഒരു ഡിബേറ്റ് സബ്ജക്റ്റ് വെക്കാൻ പോവാ. പ്രീ കൺവേർഷൻ ഡേയ്സ് ഗ്ലോറിഫൈ ചെയ്യരുത്. പ്രീ കൺവേർഷൻ ഡേയ്സ് ഗ്ലോറിഫൈ ചെയ്യരുത് വേദിയിൽ. ഈ പൗലോസിൻ്റെ അതൊരു സംവാദ വിഷയമാണ്. ഡിബേറ്റായിട്ട് നമ്മുടെ ഇടയിൽ നിന്നോട്ടെ. നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ സംവാദം ചെയ്തോട്ടെ. പ്രീ കൺവേർഷൻ ഡേയ്സ് ഗ്ലോറിഫൈ ചെയ്യരുത്. പൗലോസ് പറഞ്ഞ ഈ പാരമ്പര്യം ഏറ്റവും നല്ല പാരമ്പര്യവും നല്ല ട്രഡീഷനുമാണ്. എത്ര നല്ലതാണെങ്കിലും ക്രിസ്തുവില്ലാത്തടത്തോളം കാലം പൂർണ്ണതയുള്ളതല്ല. ആർക്കോ എവിടെ കിട്ടി എമ്മണ്ടൻ ഒരു സ്വോത്രം പറഞ്ഞിട്ടുണ്ട്. സ്വോത്രം. എത്ര നല്ലവനാണെങ്കിലും ക്രിസ്തുവില്ലെങ്കിൽ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് വട്ടപൂജ്യം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്രയും നല്ല പാരമ്പര്യമായിട്ടും യേശുവില്ലാത്തടത്തോളം കാലം ഞാൻ എന്നെ ചാവറം തണ്ടുന്നു. അതുകൊണ്ട് പ്രീ കൺവേർഷൻ ഡേയ്സ് നമ്മൾ മാനസാന്തരപ്പെട്ട പഴയ അളിഞ്ഞ ചുറ്റുപാട് ദൈവസന്നിധി ഗ്ലോറിഫൈ ചെയ്യരുത്. അത് പിന്നീട് നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ മതി. ചിലർക്ക് അതിന് താല്പര്യമില്ല. അത് പറയണ്ടേ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ പറഞ്ഞു ഇത് പറഞ്ഞിട്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞത് നമ്മുടെ കൊള്ളാത്തതിൻ്റെ കാര്യം. സ്വോത്രം. സ്വോത്രം എന്ന് പറഞ്ഞ ക്രിസ്തുവില്ലാത്ത നമ്മുടെ ജീവിതം പൂർണ്ണതയുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഐ കൺസിഡർ റബിഷ്. ഞാൻ ചവറം തണ്ടുന്നു. കമന്ററി നോക്കിയപ്പോൾ ചവറ്, ചാണകം, മലം, ഉച്ചിഷ്ടം, വാഴക്കിടുന്ന വളം, അതൊക്കെയാ. ഇത്രയും പറഞ്ഞ പാരമ്പര്യത്തിൻ്റെ പേരാ ചാണകം. ഇത്രയും പറഞ്ഞ പാരമ്പര്യത്തിന് നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞല്ല. ബെന്യാമിൻ ഗോത്രം നല്ലതല്ലേ? ആ ലജസി, ആ പാരമ്പര്യത്തിൻ്റെ അതെല്ലാം വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒട്ടിച്ച് വെച്ചിരിക്കുക. ഇത് ഉച്ചിഷ്ടമാണ്, ഇത് ചാണകമാണ്, മലമാണ്, ഇത് ചവറാണ്, ഇത് വാഴക്കിടുന്ന വളമാണ്. കമന്ററി പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് ഐ കൺസിഡർ റബിഷ്. ഞാൻ ഇതിനെ ചവറം തണ്ടുന്നു. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം എൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഡമാസ്കസ് എക്സ്പീരിയൻസ്,
ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ഉച്ച സൂര്യനെ വെല്ലുന്ന പ്രകാശത്തിന്റെ പ്രഹരമേറ്റ് നിലത്ത് വീണ പൗലോസിന്റെ ഉള്ളിൽ അന്ന് യേശു കയറിയപ്പോൾ അന്ന് മുതൽ എൻ്റെ ആഗ്രഹം യേശുവാണ്. ഈ യേശുവിന്റെ വെളിപ്പാട്, ഈ പരിജ്ഞാനത്തിന്റെ സാഠ്യത എൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഈ പാരമ്പര്യം ചവറാണ്. ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഉള്ളിൽ കയറാത്ത കൊണ്ടാണ് ഈ കുറവലങ്ങാട് കുടുംബയോഗത്തിന്റെ കഥ പറയുന്നത്. ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഉള്ളിൽ കയറാത്ത കൊണ്ടാണ് നീ പകലോ മറ്റത്തിന്റെ മഹിമ വിളമ്പുന്നത്. ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഉള്ളിൽ കയറാത്തത് കൊണ്ടാണ് നീ നമ്പൂതിരി പാരമ്പര്യം ഗേറ്റിൽ എഴുതി വെക്കുന്നത്. ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഉള്ളിൽ കയറിയാൽ, ക്രിസ്തുവിന്റെ പരിജ്ഞാന ഉള്ളിൽ കയറിയാൽ പൗലോസ് പറയുന്നു, ആ കൺസിഡർ റബീഷ്, ഞാനിത് ചവറം തണ്ണുന്നു, ഇത് ചാണകമാണ്, എനിക്ക് യേശു മതി, യേശു മതി. 3 അധ്യായം മുഴുവൻ പറയുന്ന മൈ ലോങ് ഡിസയർ, എൻ്റെ അഭിലാഷം എന്താണെന്നറിയാമോ? എൻ്റെ അഭിലാഷം എനിക്ക് യേശുവിനെ ഒന്നുകൂടെ അറിയണം. എനിക്ക് ഒന്നുകൂടെ യേശുവിനെ അറിയണം, അവനിൽ ഇരിക്കണം, അവനെ നേടണം. പിടിക്കാമോ എന്ന് വെച്ചാൽ ഓടുകയോ തികഞ്ഞമൊന്നും നിരൂപിക്കുന്നില്ല. ഈ ശരീരത്തിൽ യേശു മഹത്വപ്പെടണം. ഈ അറിവിന്റെ വളർച്ച ഏതാണ്? ഈ അറിവിന്റെ പരമകാഷ്ഠ ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തും വരെ എൻ്റെ ആവേശം യേശുവാണ്. എനിക്കൊന്നുകൂടെ യേശുവിനെ അറിയണം. ആരാ പറയുന്നേ? പൗലോസ്. എനിക്ക് ഒന്നുകൂടെ യേശുവിനെ അറിയണം എന്ന് പറയുന്ന ആള് പൗലോസാണ്. ഞാൻ പൗലോസിന്റെ ദൈവശാസ്ത്ര നാളുകളായി പഠിപ്പിക്കുന്ന ഒരാളാണ്. ഈ മനുഷ്യനെ പോലെ സ്കോളർ ആരുമില്ല. പൗലോസ് പറയാം, എനിക്ക് ഒന്നുകൂടെ അറിയാം. എൻ്റെ അറിവ് പോരെന്ന്, എൻ്റെ വെളിപ്പാട് പോരാ, എൻ്റെ പരിജ്ഞാനം പോരാ, നോളജ് പോരാ, എനിക്ക് ഒന്നുകൂടെ യേശുവിനെ അറിയണം. ആരാ പൗലോസ്? കാൾബാത്തിൻ്റെയും ആഡം ക്ലാർക്കിൻ്റെയും സ്ട്രോങ്ങിൻ്റെയും ബെർക്കോഫിൻ്റെയും ഹ്യൂജിൻ്റെയും സ്പർജൻ്റെയും വിക്ലിഫിൻ്റെയും സ്കോഫീൽഡിൻ്റെയും വേദശാസ്ത്ര പാണ്ഡിത്യത്തെ വെല്ലുന്ന വേദശാസ്ത്ര പാണ്ഡിത്യമുള്ള പൗലോസ്, ഡോക്ടർ ഗീ വർഗീസ് മൊറസ്താത്യോസിൻ്റെയും സുമാർ അഴീക്കോടിൻ്റെയും മഹാകവി സൈമൺ സാറിൻ്റെ യുക്തിബോധത്തെ വെല്ലുന്ന 10 ഇരട്ടി വിചാരബോധമുള്ള പൗലോസ്, അറിവിൻ്റെ ആരൂപം, വൈജ്ഞാനിക സാഗരത്തിന് മറുകര കണ്ട പൗലോസ്, 3 സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ്, കൊയിനെ ഗ്രീക്ക് പ്രസംഗിക്കുന്ന പൗലോസ്, ക്ലാസിക്കൽ ഗ്രീക്ക് പ്രസംഗിക്കുന്ന പൗലോസ്, ഹീബ്രു ലാംഗ്വേജ് പ്രസംഗിക്കുന്ന പൗലോസ്, താഴത്തെ കോടതിയിലും മേൽക്കോടതിയിലും കൈസറിന് മുമ്പിലും വക്കീലില്ലാതെ തനിയെ കേസ് വാദിച്ച് ഉളിപോലെ ഊരിപ്പോരുന്ന നിയമപാണ്ഡിത്യമുള്ള പൗലോസ്, തന്റെ തൂവാല കൊണ്ടിട്ടാൽ രോഗികൾ സൗഖ്യമാകുന്ന കൃപാവര പ്രാപ്തൻ. ആ മനുഷ്യൻ പറയുന്നു, എനിക്കൊന്നുകൂടെ യേശുവിനെ അറിയണം, എനിക്കൊന്നുകൂടെ യേശുവിനെ അറിയണം. ഓ, എനിക്കൊന്നുകൂടെ വെളിപ്പാട് വേണം. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്കൊന്നുകൂടെ യേശുവിനെ അറിയണം? ആ പരിജ്ഞാനത്തിന് ശ്രേഷ്ഠത, ആ ക്രിസ്തുവിന്റെ പരിജ്ഞാനം, the growing of the knowledge of Christ. Hallelujah, hallelujah. ഇന്ന് രാത്രി വെളിപ്പാട് നമുക്കൊന്നുണ്ടാകട്ടെ. എനിക്കൊന്നുകൂടെ യേശുവിനെ അറിയണം. അവനെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി എനിക്ക് ഒന്നുകൂടെ അനുഭവിച്ചറിയണം. റുമാല് കൊണ്ടിട്ട് രോഗി സൗഖ്യമെന്ന് പറഞ്ഞു. പുസ്തക്രം അറിയാത്ത ആൾ സ്വോത്രം പറയാതിരിക്കുക. സ്വോത്രം. ഈ മനുഷ്യൻ പറയേ, എനിക്ക് അറിവ് പോലെ ഒന്നുകൂടെ യേശുവിനെ അറിയണം. 3 സ്വർഗത്തോടെ എടുക്കപ്പെട്ട ആള്, 14 ലേഖനം എഴുതിയ ആള്. FS ലേഖനം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇന്റർപ്രറ്റർ വേണം. പ്രൈസ് ദി ലോർഡ്. അത്രയ്ക്ക് ഹാർഡാണത്. ആ പൗലോസ് പറയാണ്, റോമാലേഖനം അറിയാമല്ലോ, സ്തോത്രം, കൊലോസ് ലേഖനത്തിൻ്റെ ഖനം അറിയാമല്ലോ, സ്തോത്രം. പൗലോസിൻ്റെ ലേഖനം വായിച്ചാൽ മനസ്സിലാകാത്തത് പത്രോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ സഹവൃത്തനായ പൗലോസ് കുറച്ച് ലേഖനം എഴുതിയിട്ടുണ്ട്. അത് വളരെ ഘനഗംഭീരമാണ്. പത്രോസ് പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സ്തോത്രം. മൽക്കീസേദെക്കിന്റെ പൗരോഹിത്യം എബ്രായർക്ക് പിടികിട്ടിയില്ല. സ്തോത്രം. അവർക്ക് കട്ടിയായിട്ട് തോന്നി. അതാണ് ഈ പൗലോസ്. അത്രയ്ക്ക് വിജ്ഞാന കൊതുകിയായ മനുഷ്യൻ പറയുന്നു, എനിക്ക് ഒന്നുകൂടെ യേശുവിനെ അറിയണം. ഇന്ന് രാത്രി എനിക്ക് ഒന്നുകൂടെ യേശുവിനെ അറിയണം. എനിക്കൊന്നുകൂടെ യേശുവിനെ അറിയണം. അവൻ്റെ മരണത്തെയും കട്ടാനുഭവം പുനരുദ്ധാന ശക്തി എനിക്ക് ഇന്ന് രാത്രി ഒന്നുകൂടെ അനുഭവിച്ചറിയണം. എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അവസാനിപ്പിക്കാം. സ്തോത്രം. 4-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? നിരാശയോടല്ല ചാപ്റ്റർ അവസാനിക്കുന്നത്. അയ്യോ, ഞാൻ ജയിലിലായി പോയല്ലോ, ഞാൻ ട്രൈബ്യൂണലിൻ്റെ ഇമ്പീരിയൽ ട്രൈബ്യൂണലിൻ്റെ വിചാരണ കാത്ത് കിടക്കുകയാണ്, ചാകത്തേ ഉള്ളൂ. വളരെ കോൺഫിഡൻസോടാ, നോക്കിക്കേ, വളരെ കോൺഫിഡൻസോടാ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, ഗ്ലോറി ടു ലോർഡ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, I can do all things through Christ who strengthens me.
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്തൊരു കോൺഫിഡൻസ് ആണ് പ്രഖ്യാപനത്തിന്. ജന്മിയായൊരപ്പൻ്റെ മകൻ, കപ്പലുള്ള ഷിപ്പുള്ളൊരപ്പൻ്റെ മകൻ. എനിക്ക് സമൃദ്ധിയിരിപ്പാൻ ശീലിച്ചിട്ടുണ്ട്, താഴ്ചയിരിപ്പാൻ ശീലിച്ചിട്ടുണ്ട്. എൻ്റെ ജയിലോർത്ത്, പട്ടിണി ഓർത്ത്, പൈതാഹം ഓർത്ത്, കേസോർത്ത്, വിചാരണ ഓർത്ത്, എൻ്റെ ട്രയൽ ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. സംതൃപ്തിയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. സഭയോട് ഞാൻ പറയുന്നു, ഏറ്റവും വലിയ അനുഗ്രഹം സംതൃപ്തിയാണ്. എല്ലാം ഉണ്ടായിട്ടും ഒരു സംതൃപ്തി ഇല്ലാത്തവരുണ്ട്. കണ്ടൻമെന്റ്, സംതൃപ്തിയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. 4-ാം തീയതി പറയുന്നുണ്ട്, യേശു പഠിപ്പിച്ചത് തന്നെയാണ് ഡെയിലി ബ്രെഡ്. നാളത്തെ പോലും ഇല്ല, ഡെയിലി ബ്രെഡ്. സദൃശവാക്യത്തിൽ ഒന്നുകൂടെ അത് പറയുന്നുണ്ട്, സമ്പന്നനായിരുന്നിട്ട് നിന്നെ മറക്കാതിരിക്കാനും ദരിദ്രനായിട്ട് ദൈവനാമം ദുഷിക്കാതിരിക്കാനും നിത്യവൃത്തി തന്നെ നടത്തണമേ. നിത്യവൃത്തി. പൗലോസ് വീണ്ടും പറയുന്നുണ്ട് തീമോഥെയോസ് ലേഖനത്തിൽ, ഉണ്മാൻ ഉടുപ്പാൻ ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കുക. എബ്രായത്തിൽ പറയുന്നുണ്ട് 13 ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. യോഹന്നാൻ പട്ടാളക്കാരോട് പ്രസംഗിക്കുന്നുണ്ട്, ശമ്പളം മാത്രം മതിയെന്ന് വെപ്പീൻ. ഉണ്ടോ? അത് കിട്ടിയല്ലോ, അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാക്കിക്കോളൂ. അതൊരു പ്രബന്ധമാണ്. അത്രയും പ്രിയമുള്ളവർ, ശമ്പളം മാത്രം മതിയെന്ന് വെപ്പീൻ. ഇതാണ് സംതൃപ്തി. സംതൃപ്തിയ ബ്ലെസ്സിങ്, സംതൃപ്തിയ അനുഗ്രഹം. നിങ്ങൾ ഇന്ന് രാത്രി സംതൃപ്തരാണോ? അത് അനുഗ്രഹമാണ്. സ്റ്റോയിക് തോട്ട് അതല്ല, ഫിലോസഫികളുടെ പ്രസംഗിക്കുന്നില്ല. സ്റ്റോയിക് തോട്ടിൻ്റെ കണ്ണനുമാണ് പൊളൈൻ തോട്ട്. സ്റ്റോയിക്കരാ തിന്നുക, കുടിക്കുക, എപ്പോഴും തീറ്റി കുടി, അണ്ണാക്കി കൈയിട്ട് ഛർദ്ദിച്ചിട്ട് പിന്നെ വേറെ ആഹാരം കഴിക്കുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് തീറ്റിപ്രിയന്മാരാ ക്രയത്തിന് പെരുവേറന്മാർ. ഞാൻ അവരെ പോലൊന്നും അല്ല. സ്റ്റോയിക് തോട്ടല്ല, പൊളൈൻ തോട്ട്. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ. ജയിലും വിഷയമല്ല, താഴ്ചയും വിഷയമല്ല, പ്രശ്നമല്ല. എന്താ അതിൻ്റെ കാരണം? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഇന്ന് രാത്രി രോഗം, ഡയബറ്റീസ്, പ്രഷർ, അസ്വസ്ഥത, കടഭാരം, പാഠം കൊടുക്കണം, CC അടയ്ക്കണം, കുഞ്ഞുങ്ങളെ ഫീസ് കൊടുക്കണം, നല്ല ജയിച്ചു കഴിഞ്ഞാൽ നല്ല സീറ്റ് വാങ്ങിക്കണം, ഉപരിപഠനത്തിന് വിടണം, ടെൻഷൻ അടിച്ചായിരിക്കുന്നത് എനിക്കറിയാം. പക്ഷേ ഈ വാക്യം ഒന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ഇല്ലായ്മയെ നിങ്ങൾ സ്വത്രാഴ്ച എനിക്ക് അയച്ചു തന്നില്ലേ? പറയുക 4-ാം തീയതി. പാമ്പ് പിടിച്ച സഭയാ, പാമ്പ് പിടിച്ചവനെ കൊടുക്കത്തുള്ളൂ. സ്വതന്ത്രം ചെയ്താട്ടെ. ഓ, പണങ്ങിയാൻ തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ഇല്ലായ്മയിൽ നിങ്ങൾ സ്വത്രാഴ്ച എടുത്ത് നിങ്ങളുടെ മൂപ്പൻ്റെ കൊടുത്തു വിട്ടു. തെസ്സലോനിക്കയിൽ വെച്ച് നിങ്ങൾ 1-2 വട്ടം എനിക്ക് അയച്ചു തന്നു. അതുപോലെ കൂട്ടായ്മ വേറെ സഭകർ കാണിച്ചിട്ടില്ല. വായിക്കണം, വായിച്ചിട്ടില്ല. ഫിലിപ്പിയ ലേഖനം എന്നൊരു ലേഖനമുണ്ട്, അറിയാമോ? സ്വത്രം വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നത്. വേറെ സഭക്കാർ അതുപോലെ ഒന്നും കൂട്ടായ്മ കാണിച്ചിട്ടില്ല. നിങ്ങൾ തെസ്സലോനിക്കയെ വെച്ച് 1-2 വട്ടം അയച്ചു തന്നു. വരവ് ചെലവുകാരികളെ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചവരാ. പക്ഷേ നിങ്ങളുടെ ഇല്ലായ്മയിൽ സ്വത്രാഴ്ച തന്നവരെ നിങ്ങൾ വിഷമിക്കേണ്ട. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ഓ മഹത്വത്തോടെ വരും ദാനത്തിനൊത്തവണ്ണം തീർത്തു തരും, തീർത്തു തരും. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട സഭയെ, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട. പ്രാർത്ഥനയാലും സ്വപ്നത്തോട് നിങ്ങളുടെ വിഷയങ്ങളെ അറിയിക്കപ്പെടേണ്ടത്. ദൈവം ബുദ്ധിമുട്ട് തീർക്കും, പൂർണ്ണമായി തീർത്തു തരും. സ്റ്റാൻഡേർഡ് ഏതാ? തൻ്റെ മഹത്വത്തിന് തോണം. ഉണ്ടോ? ഞാൻ തരുന്നതും എൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്. യൂസഫലി തരുന്നതോ അങ്ങോട്ട്. യൂസഫലി തരുന്ന എങ്ങനെ? യൂസഫലിയുടെ സ്റ്റാൻഡേർഡ്. സ്വർഗം തരുന്ന എങ്ങനെ? തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം. ഓ സ്തോത്രം. തൻ്റെ ദാനം, തൻ്റെ ദാനത്തിനൊത്തവണ്ണം മഹത്വത്തോടെ തീർത്തു തരുന്നവനാണ്. കുറച്ചല്ല, പൂർണ്ണമായി തീർത്തു തരും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ സോഴ്സ് എന്താ? സോഴ്സ് എന്താ? ത്രൂ ഹിം, യേശുവിലൂടെ. യേശുവിലൂടെ. സ്തോത്രം. അവസാനിപ്പിക്കുക. കുറച്ച് ചരിത്രവും നവോദനൊക്കെ ഞാൻ പറയുന്നതാ, ഇന്ന് പറഞ്ഞില്ല. സ്തോത്രം. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, സ്തോത്രം, സ്തോത്രം. ഇന്ന് ദൈവശാസ്ത്രം മാത്രം മതി. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവരെ, സ്തോത്രം. അങ്ങനെ സന്തോഷത്തോടെ പിരിയാം. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം. ജയിലിൽ കടന്നുകൊണ്ടാ രോഗാതുരമായ ശരീരത്തോട്, നിരാശയോട്, വേദനയോട്, നട്ടങ്ങളോടെ ഇന്ന് രാത്രി ഇരിക്കുന്നെങ്കിൽ നിങ്ങളെ ഊർജ്ജസ്വലപ്പെടുത്തുന്ന വാക്യം, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം. ഞാനിവിടെ താഴ്ചയിൽ ഇരിക്കുമ്പോഴും ദൈവം ഉയർച്ചയിലാണ്.
ഞാൻ പട്ടിണിക്കിരിക്കുമ്പോഴും ദൈവം സഫിഷ്യൻ്റാ. ഞാൻ രോഗിയായിരിക്കുമ്പോഴും യഹോവ ഹീലറാണ്. പിടികിട്ടുന്നില്ലേ? ഞാൻ രോഗിയായിരിക്കുമ്പോഴും അവിടുന്ന് യഹോവ റാഫയാണ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കുമ്പോഴും അവിടുന്ന് സഫിഷ്യൻ്റാണ്. അവിടുന്ന് യഹോവ ജൈരയാണ്. ഇമ്മ്യൂട്ടബിൾ ഗോഡ്, മാറ്റമില്ലാത്ത ദൈവമാണ്. അതുകൊണ്ട് എനിക്ക് വിഷയമല്ല, ദൈവം ശക്തനാണ്. എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രി ലാസ്റ്റ് രാത്രിയാണല്ലോ. അവരൊരു പാട്ടുപാടും സമർപ്പിച്ച് ശേഷം നമുക്ക് പ്രാർത്ഥനയോടെ മടങ്ങിപ്പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കണ്ണുമടച്ചാട്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാ കണ്ണുമടച്ചാട്ട്. ഇന്ന് രാത്രി ദേശത്തോട് പറയുന്നു, യേശു മാത്രം കർത്താവ്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു. യേശു രക്തസകല പാപമൊക്കെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രി ആ യേശുവിനെ സ്വീകരിക്കാൻ ഈ നാടിനോട് യോഗം അഭ്യർത്ഥിക്കുന്നു. പണം വേണ്ട, ഉപദാനങ്ങൾ വേണ്ട, ഉപചാരങ്ങൾ വേണ്ട, ഉൽപ്പന്നങ്ങൾ വേണ്ട, ഉപഹാരങ്ങൾ വേണ്ട. ഇന്ന് രാത്രി അകമുറിഞ്ഞ് ഗദ്ഗതത്തോട് മനസ്സ് തകർന്ന് പ്രാർത്ഥിക്കുക, യേശുവേ ഞാൻ പാപിയാണ്, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എനിക്ക് യേശുവിനെ വേണം. ഇന്ന് രാത്രി യേശുവിനെ ആർക്ക് വേണം? ഇന്ന് രാത്രി യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുക്കുക. യേശു മാത്രം കർത്താവ്. ഹല്ലേലൂയ. എല്ലാ കണ്ണുമടച്ചാണ്. ഈ 3 രാത്രി പരിശുദ്ധമാവും നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ഹല്ലേലൂയ. കർത്തൻ നീ കർത്ത